श्रीकृष्ण गोविंद हरे मुरारे, श्रीनाथ नारायण वासुदेव। 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 सर्वत्र गोविंद नाम संकीर्तनम, गोविंद गोविंद। नारायण नारायण। अगजानन पद्मार्कं गजानन महर्निशम्, अनेकदं तं भक्तानां एकदन्तमुपास्महे। ओम श्री महागणपतये नमः। गुरवे सर्वलोकानां विषजे भवरोगिणां, निधये सर्वविद्यानां दक्षिणामूर्तये नमः। अस्मद्गुरुचरणारविन्दाभ्यां नमः। ज्ञानानन्दमयं देवं निर्मलस्फटिकाकृतिम्, आधारं सर्वविद्यानां हयग्रीवमुपास्महे। ओम श्री हयग्रीवमूर्तये नमः। सरस्वती नमस्तुभ्यं वरदे कामरूपिणि, विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा। ओम श्री महासरस्वत्यै नमः। उमाकोमलहस्ताब्जसंभावितललाटकं, हिरण्यकुण्डलं वन्दे कुमारं पुष्करस्रजम्। ओम वेट्रिवेल मुरुगनुक्कु हरोहराम। भूतनाथ सदानंद सर्वभूतदयापरा, रक्ष रक्ष महाबाहो, शास्त्रे तुभ्यं नमो नमः। स्वामिये शरणमय्यप्पा। कोमलं कूजयन् वेणुं श्यामलोऽयं कुमारकः, वेदवेद्यं परं ब्रह्म वासदां पुरतो मम। सायङ्काले वनान्दे कुसुमितसमये सैकते चन्द्रिकायां, त्रैलोक्याकर्षणाङ्गं सुरवरगणिका मोहनाभङ्गमूर्तिं, सेव्यं शृङ्गारभावैः नवरसभरितैः गोपकन्यासहस्रैः, वन्देऽहं रासकेळीरतमतिसुभगं वश्यगोपालकृष्णम्। आनीलश्लक्ष्णकेशं ज्वलितमकरसल्कुण्डलं, मन्दहासस्यन्दार्द्रं कौस्तुभश्रीपरिगतवनमालोरुहाराभिरामं, श्रीवत्साङ्गं सुबाहुं मृदुलसदुदरं काञ्चनच्छायचेलं, चारुस्निग्धोरुमम्बोरुहललितपदं भावयेऽहं भवन्दम्। श्रीकृष्ण गोविंद हरे मुरारे, श्रीनाथ नारायण वासुदेव। श्रीकृष्ण गोविंद हरे मुरारे, श्रीनाथ नारायण वासुदेव। श्रीकृष्ण गोविंद हरे मुरारे, श्रीनाथ नारायण वासुदेव। सर्वत्र गोविंद नाम संकीर्तनम, गोविंद गोविंद।
മോക്ഷാബ്ദിസാരമയ ഭാഗവതാക്യദദ്നോ നാരായണീയ നവനീതമഹോ ഗൃഹീത്വാ മായാമയൗക പരിതപ്തജനായ യോദാത് നാരായണാവനിസുരായ നമോസ്തു തസ്മൈ. ഗംഗാ ഗീതാ ച ഗായത്ര്യഭിജ തുളസിക ഗോപികാ ചന്ദനം തത് സാളഗ്രാമാഭി പൂജ പരപുരുഷ തദൈകാദശീ നാമവർണ്ണാഃ ഏതാന്യഷ്ടാപ്യയത്നാന്യൈ കലിസമയേ ത്വൽപ്രസാദ പ്രവൃദ്ധ്യാ ക്ഷിപ്രം മുക്തിപ്രദാനീത്യഭിദദുർഷയഃ തേഷു മാം സജ്ജയേതാഃ. പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമഃ. യം പ്രവ്രജന്തമനുപേദമപേദകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. നാരായണീയ സ്വാധ്യായ പരമ്പര 102 എപ്പിസോഡിലേക്ക് ഏവർക്കും സുസ്വാഗതം. 36 ദശകം പരശുരാമചരിതമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ 5 ശ്ലോകങ്ങൾ കണ്ടു. ഇന്ന് ബാക്കിയുള്ള 6 ശ്ലോകങ്ങളുണ്ട്. കാണാം നമുക്ക്. ആദ്യം ഒരു പ്രാവശ്യം ചൊല്ലട്ടെ. ദശകം 36 പരശുരാമ ചരിതം. അത്രേഹ പുത്രദയാ പുരാത്വമനസൂയായാം ഹി ദത്താഭിദോ ജാത ശിഷ്യനിബന്ധതന്ത്രിതമനാഃ സ്വസ്ഥശ്ചരൻ കാന്തയാ ദൃഷ്ടോ ഭക്തതമേന ഹേഹയമഹീപാലേന തസ്മൈ വരാൻ അഷ്ടൈശ്വര്യമുഖാൻ പ്രദായ ദദിതസ്വേനൈവ ചന്ദേവദം. സത്യം കർത്തുമദാർജുന പിത്രാ മാതൃമുദേസ്തവാഹൃതവിയദ്ധേനോർ നിജാദാശ്രമാത് പ്രസ്ഥായാത ഭൃഗോർഗിരാഹിമഗിരൗ ആരാധ്യ ഗൗരീപതിം ലബ്ധ്വാ തൽപരശും തദുക്തദനുജച്ഛേദി മഹാസ്ത്രാദികം പ്രാപ്തോ മിത്രമദാകൃതവ്രണമുനിം പ്രാപ്യാഗമ സ്വാശ്രമം. ആഖേഡോപഗതോർജുന സുരഗവീ സംപ്രാപ്ത സമ്പദ്ഗണൈഃ ത്വൽപിത്രാ പരിപൂജിതഃ പുരഗതോ ദുർമന്ത്രിവാചാ പുനഃ ഗാം ക്രേതും സജീവം ന്യയുങ്ക്ത കുധിയാ തേനാഭിരുന്ദൻ മുനിപ്രാണക്ഷേപ സരോഷ ഗോഹദ ചമു ചക്രേണ വത്സോ ഹൃദഃ
ശുക്രോജ്ജീവിതതാതവാക്യചലിതക്രോധോദസഖ്യാസമം ബിഭ്രദ്ധ്യാതമഹോദരോപനിഹിതം ചാപം കുഠാരം ശരാൻ ആരൂഢഃ സഹവാഹയന്ത്രകരദം മാഹിഷ്മദീമാവിശൻ വാഗ്ഭിർവത്സമദാശുഷി ക്ഷിതിപദൗ സംപ്രാസ്തുതാ സങ്കരം പുത്രാണാം അയുതേന സപ്തദശഭിഃ ച അക്ഷൗഹിണീഭിർമഹാസേനാനീഭിർ അനേകമിത്രനിവഹൈർവ്യാജൃംഭിതായോധനഃ സദ്യസ്ത്വൽക്കകുടാരബാണവിദളൻ നിശേഷ സൈന്യോത്കരോ ഭീതിപ്രദ്രുതനഷ്ടശിഷ്ടതനയഃ ത്വാമാപദദ്ഹേഹയഃ ലീലാവാരിതനർമ്മദാജലവലല്ലങ്കേശഗർവാപഃ ശ്രീമദ്ബാഹുസഹസ്രമുക്തബഹുശസ്ത്രാസ്ത്രം നിരുന്ദന്നമും ചക്രേ ത്വയ്യത വൈഷ്ണവേ വിവിബലേ ബുദ്ധ്വാ ഹരിം ത്വാം മുദാ ധ്യായന്തം ചിദ സർവദോഷമവധീഃ സോഗാത് പരം തേ പദം ഭൂയോ മർഷിതഹേഹയാത്മജഗണൈഃ താതേ ഹതേ രേണുകാം ആഗ്നാനാം ഹൃദയം നിരീക്ഷ്യ ബഹുശോ ഘോരാം പ്രതിജ്ഞാം വഹൻ ധ്യാനാനീതരദായുധസ്ത്വമകൃധാ വിപ്രദ്രുഹക്ഷത്രിയാൻ ദിക്ചക്രേഷു കുഠാരയൻ വിശിഖയൻ നിക്ഷത്രിയാം മേദിനീം താതോ ജീവനകൃനൃപാലകകുലം ത്രിസപ്തകൃത്വോ ജയൻ സന്ദർപ്യാദ സമന്ത പഞ്ചകമഹാരക്തഹ്രദൗഗേ പിതॄൻ യജ്ഞേക്ഷ്മാമഭികാശ്യപാദിഷു ദിശൻ സാൽവേന യുധ്യൻ പുനഃ കൃഷ്ണോ മം നിഹനിഷ്യതീതി ശമിതോ യുദ്ധാത് കുമാരൈർഭവാൻ നസ്യാസ്ത്രാണി മഹേന്ദ്രഭൂഭൃതി തപസ്തന്വൻ പുനർമജ്ജിതാം ഗോകർണാവധി സാഗരേണ ധരണീം ദൃഷ്ട്വാർത്തിതസ്താപസൈഃ ധ്യാദേശ്വാസധൃതാനലാസ്ത്രചകിതം സിന്ധും സ്രുവക്ഷേപണാത് ഉത്സാര്യോദ്ധൃതകേരളോ ഭൃഗുപദേ വാദേശ സംരക്ഷമാം ഉത്സാര്യോദ്ധൃതകേരളോ ഭൃഗുപദേ വാദേശ സംരക്ഷമാം വാദേശ സംരക്ഷമാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹരിയോ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. 36-ാം ദശകമാണ്. പരശുരാമ ചരിതമാണ് ഇപ്പോൾ വായിച്ചത്. 11 ശ്ലോകങ്ങളുള്ള ദശകമാണ്. അതിൽ 5 ശ്ലോകങ്ങൾ ഇന്നലെ വിസ്തരിച്ചു. തുടർന്നുള്ള ശ്ലോകങ്ങളാണെന്ന് കാണാൻ പോകുന്നത്. ഇന്നലെ ദത്താത്രേയ മഹർഷിയുടെ അവതാരം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. ആ ദത്താത്രേയ മഹർഷിയുടെ ഒരു ശിഷ്യനായിരുന്നു, അനുഗ്രഹീത ശിഷ്യനായിരുന്നു കാർത്തവീര്യാർജുനൻ. ആ കാർത്തവീര്യാർജുനന് എല്ലാ ഐശ്വര്യങ്ങളും ഐശ്വര്യ സിദ്ധിയും എല്ലാം ഉണ്ടായി. അതോടൊപ്പം തന്നെ ദത്താത്രേയ മഹർഷി ഒരു വരം കൂടി കൊടുത്തു, അങ്ങയ്ക്ക് എൻ്റെ കൈകൊണ്ട് മരണം എന്ന്. അങ്ങനെയുള്ള ആ വാക്കിനെ സത്യമാക്കി തീർക്കാനായിക്കൊണ്ടാണ്, ഒരു കാരണമുണ്ടാകാൻ വേണ്ടി ഭഗവാൻ പരശുരാമനായി ഭൃഗുകുലത്തിൽ ജമദഗ്നിക്കും രേണുകയ്ക്കും പുത്രനായി രാമൻ എന്ന പേരിൽ തൻ്റെ ജ്യേഷ്ഠന്മാർക്കെല്ലാം അനുജനായി അച്ഛനമ്മമാർക്ക് സന്തോഷത്തെ നൽകുന്നവനായി ജനിച്ചു എന്ന് 2-ാമത്തെ ശ്ലോകത്തിലും 3-ാമത്തെ ശ്ലോകത്തിൽ അദ്ദേഹം 14-ാമത്തെ വയസ്സിൽ തന്നെ വേദശാസ്ത്രങ്ങളെല്ലാം വേണ്ടതുപോലെ ഹൃദിസ്ഥമാക്കി. ആ പ്രായത്തിൽ തന്നെ
തൻ്റെ അച്ഛൻ്റെ ഒരു ആജ്ഞയെ അദ്ദേഹം ശിരസാ വഹിക്കുന്നു. അതും ഘോരമായിട്ടുള്ളൊരാജ്ഞ. അമ്മയുടെ ശിരസ് ഛേദിക്കാനും സഹോദരന്മാരുടെ ശിരസ് ഛേദിക്കാനും. അച്ഛൻ ആജ്ഞാപിച്ചു, മകൻ അത് അക്ഷരം പ്രതി അനുസരിച്ചു. അച്ഛൻ്റെ മഹിമ അറിയാവുന്നത് കൊണ്ട് അതേ അച്ഛനെ കൊണ്ട് തന്നെ ഇവർക്ക് ജീവനും കൊടുപ്പിച്ചു. അവരത് അറിയാതിരിക്കാനുള്ള വരവും മേടിച്ചു. അതിനുശേഷം ഈ ആശ്രമത്തിൽ നിന്ന് ഹിമാലയത്തിൽ ചെന്ന് കൈലാസത്തിൽ ചെന്ന് ഭഗവാനെ ആരാധിച്ച് ഭഗവാന്റെ ശിഷ്യത്വവും സ്വീകരിച്ച് ഭഗവാനിൽ നിന്ന് പരശു ലഭിച്ചു. ഭഗവാൻ ആജ്ഞാപിച്ചതായിട്ടുള്ള ഒരു അസുരനെ കൊന്നു. ആ ഭഗവാനിൽ നിന്ന് തന്നെ ദിവ്യാസ്ത്രങ്ങളെല്ലാം ലഭിച്ച് അകൃതവ്രണൻ എന്നൊരു മുനിയെ മിത്രമായി കിട്ടി. അങ്ങനെ പിന്നീട് തിരിച്ച് ആശ്രമത്തിലേക്ക് മടങ്ങി വന്നു എന്ന് പറഞ്ഞു. ഈ അവസരത്തിൽ നായാട്ടിനായി കൊണ്ട് കാട്ടിലേക്ക് വന്നതായിട്ടുള്ള കാർത്തവീര്യാർജുനൻ ജമദഗ്നി മഹർഷിയുടെ ആതിഥ്യം സ്വീകരിക്കാനിടയാകുന്നു. കാമധേനുവിൻ്റെ സാന്നിധ്യം കൊണ്ട് നല്ല വിഭവസമൃദ്ധമായിട്ടുള്ളൊരു സൽക്കാരം കാർത്തവീര്യാർജുനനും കൂട്ടുകാർക്കും കൊടുത്തതായിട്ടുള്ള സമയത്ത് ഇദ്ദേഹത്തിന് കൊട്ടാരത്തിലേക്ക് ചെന്നപ്പോൾ ദുർമന്ത്രിയുടെ ഒരു ഉപദേശം ഉണ്ടായി. ഈ ജമദഗ്നിയുടെ കയ്യിലിരിക്കുന്ന സുരഭി അങ്ങയുടെ കയ്യിലാണ് ഇരിക്കേണ്ടത്, രാജാവിൻ്റെ കയ്യിലാണ് ഇരിക്കേണ്ടത് എന്ന് പറഞ്ഞ് വേണ്ടാത്തത് ഉപദേശിച്ചു. അത് കേട്ട് ആ പശുവിനെ വാങ്ങിക്കാൻ, കാമധേനുവിനെ വാങ്ങിക്കാനായിട്ട് മന്ത്രിയെ അയച്ചു. എന്നാൽ ജമദഗ്നി അത് കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അതിനെ തടഞ്ഞു. ആ സമയത്ത് ജമദഗ്നിയെ ആക്രമിക്കുകയും ജമദഗ്നിയെ വധിക്കുകയും ചെയ്തു. ഈ മന്ത്രിയും കൂട്ടരും കാമധേനുവിനെ പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമിച്ച കാമധേനു ശപിച്ച് ഇവരെയൊക്കെ വധിച്ചു കളഞ്ഞു. എന്നാൽ ഈ മന്ത്രി മാത്രം ബാക്കിയായി. അയാൾ കാമധേനുവിൻ്റെ കുട്ടിയെ അപഹരിച്ചുകൊണ്ടുപോയി എന്നാണ് 5-ാമത്തെ ശ്ലോകത്തിൽ ഇന്നലെ പറഞ്ഞു നിർത്തിയത്. അതിനുശേഷം എന്താണ് സംഭവിച്ചത് എന്നത് 6 മുതൽക്കുള്ള ശ്ലോകങ്ങളിൽ നമുക്ക് കാണാം. അപ്പോൾ 6-ാമത്തെ ശ്ലോകം വായിക്കാം. ശുക്രോ ജീവിതതാദവാക്യചലിതക്രോധോദസഖ്യാ സമം ബിഭ്രദ്യാദമഹോദരോപനിഹിതം ചാപം കുഠാരം ശരാൻ ആരൂഢഃ സഹവാഹയന്ത്രകരദം മാഹിഷ്മദീമാവിശന് വാഗ്ഭിർവത്സമദാശു ശിക്ഷിതി പദൗ സംപ്രാസ്തുതാസംഗരം. ശുക്രോ ജീവിതതാദവാക്യചലിതക്രോധോദസഖ്യാ സമം ബിഭ്രദ്യാദമഹോദരോപനിഹിതം ചാപം കുഠാരം ശരാൻ ആരൂഢഃ സഹവാഹയന്ത്രകരദം മാഹിഷ്മദീമാവിശന് വാഗ്ഭിർവത്സമദാശു ശിക്ഷിതി പദൗ സംപ്രാസ്തുതാസംഗരം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നടക്കുമ്പോൾ നമ്മുടെ പരശുരാമൻ പുറത്തായിരുന്നു. അദ്ദേഹം എവിടെയോ പോയി തിരിച്ചു വന്നതായിട്ടുള്ള സമയത്ത് അച്ഛൻ വധിക്കപ്പെട്ടിരിക്കുന്നു. തൻ്റെ പശുക്കുട്ടിയെ രാജാവിൻ്റെ ആൾക്കാർ അപഹരിച്ചുകൊണ്ടും പോയിരിക്കുന്നു. അമ്മ കരയുന്നുണ്ടായിരുന്നു. ഈ സന്ദർഭത്തിൽ തന്നെ ശുക്രാചാര്യർ അവിടെ വന്നു. കാരണം ഒരേ കുലമാണ് അല്ലേ, ഭൃഗുകുലമാണ്. ഭാർഗവന്മാരാണ് ശുക്രാചാര്യരും ജമദഗ്നിയും പരശുരാമനും എല്ലാം. അപ്പോൾ ശുക്രാചാര്യർ വന്ന് തൻ്റെ അനന്തരവസ്ഥാനീയനായിട്ടുള്ള ജമദഗ്നി മഹർഷിയെ മൃതസഞ്ജീവനി വിദ്യ കൊണ്ട് ജീവിപ്പിച്ചു. അതാണ് ശുക്രോജ്ജീവിത താത എന്ന് പറയുന്നത്. ശുക്രോജ്ജീവിത താതൻ, പരശുരാമന്റെ താതനെ, ഗുരുവായൂരപ്പന്റെ താതനെ, ജമദഗ്നിയെ ശുക്രനാൽ ഉജ്ജീവനം ചെയ്യപ്പെട്ടു. അതാണ് ശുക്രോജ്ജീവിത താത വാക്യ ചലിത ക്രോധ. ഗുരുവായൂരപ്പ, ശുക്രോജ്ജീവിത താത വാക്യ ചലിത ക്രോധ ത്വം.
അങ്ങ് ക്രോധമുള്ളവനായി ഭവിച്ചു. എങ്ങനെ? ശുക്രനാൽ ഉജ്ജീവിപ്പിക്കപ്പെട്ട അങ്ങയുടെ താതന്റെ വാക്യം കൊണ്ട് ചലിതക്രോധ, ഇളകിമറിയുന്ന ക്രോധത്തോടു കൂടിയവനായി. എന്ന് വെച്ചാൽ ജീവിച്ചതായിട്ടുള്ള ജമദഗ്നിയാണ് ഉണ്ടായ സംഭവങ്ങളെല്ലാം പറഞ്ഞത്. മകനോട് പറഞ്ഞു ഇന്നതാണ് ഉണ്ടായത്. ആ കാർത്തവീര്യാർജുനന്റെ മന്ത്രിയും കൂട്ടരും വന്ന് കാമധേനുവിനെ അപഹരിച്ചുകൊണ്ട് പോകാൻ നിന്നു. ഞാൻ തടഞ്ഞപ്പോൾ എന്നെ കൊന്നു. കാമധേനുവിന്റെ കുട്ടിയെയും കൊണ്ടുപോയി എന്നുള്ള കാര്യം ജമദഗ്നി പറഞ്ഞപ്പോൾ താതവാക്യം കൊണ്ട് ചലിതക്രോധനായിട്ട് ഇളകിമറിയുന്ന ക്രോധത്തോടുകൂടി അത്. അനന്തരം പരശുരാമൻ സഖ്യാസമം തൻ്റെ സഖി അഥവാ കൂട്ടുകാരനായ അകൃതവ്രണ മുനിയോടുകൂടെ എവിടേക്ക് ചെന്നു? ബിഭ്രധ്യാത മഹോദരോപനിഹിതം ചാപം കുടാരം ശരാൻ ആരൂഢ സഹ വാഹയന്ത്രകരഥം മാഹിഷ്മതീം ആവിശൻ. മാഹിഷ്മതിയിലേക്ക് പ്രവേശിച്ചു. കാർത്തവീര്യാർജുനന്റെ കൊട്ടാരമാണ്, പുരിയാണ് മാഹിഷ്മതി എന്നുള്ളതായിട്ടുള്ള പുരി. അവിടേക്ക് ചെന്നു. എങ്ങനെയായിട്ട്? ബിഭ്രത് എന്ന് പറഞ്ഞു. ബിഭ്രത് എന്ന് പറഞ്ഞാൽ ധരിക്കുന്നവനായിട്ട്, ഭരിക്കുന്നവനായിട്ട്. എന്ത് ധരിച്ചുകൊണ്ട്? ധ്യാത മഹോദര ഉപനിഹിതം ചാപം കുടാരം ശരാൻ ബിഭ്രത്. ചാപം വില്ല്, കുടാരം മഴു, ശരാൻ ശരങ്ങള്, ഇവയെല്ലാം ബിഭ്രത് ധരിക്കുന്നവനായിട്ട്. ഇത് എവിടുന്നാ കിട്ടിയത്? ഈ ആയുധങ്ങള്, ചാപവും കുടാരവും ശരവുമെല്ലാം മഹോദരൻ എന്ന് പറഞ്ഞ ശിവന്റെ ഒരു പാർഷദൻ കൊണ്ടുവന്ന് ഉപനിഹിതം അടുത്തു കൊണ്ടുവന്ന് സമർപ്പിച്ചു എന്നർത്ഥം. ആ മഹോദരൻ എവിടുന്നാ വന്നത്? ധ്യാതം. ഇദ്ദേഹം ധ്യാനിച്ചപ്പോൾ, ചിന്തിച്ചപ്പോൾ. അപ്പൊ പരശുരാമൻ ചിന്തിച്ചപ്പോൾ ശിവന്റെ പാർഷദനായിട്ടുള്ള മഹോദരൻ പരശുരാമന്റെ ആയുധങ്ങളുമായി അവിടെ എത്തി. ഒരു വില്ല്, ആ വെൺമഴു, ശരങ്ങൾ, ഇതെല്ലാം കൊണ്ടുവന്നു കൊടുത്തു ശിവപാർഷദനായ ശിവഭൂതഗണങ്ങളിൽ ഒരുവനായിട്ടുള്ള മഹോദരൻ. അതും ധരിച്ചുകൊണ്ട്, അതുപോലെ തന്നെ സഹവാഹയന്ത്രിക രഥം ആരൂഢ. ആരൂഢ എന്ന് പറഞ്ഞാൽ കയറിയിട്ട്. എവിടെ കയറിയിട്ട്? രഥം ആരൂഢ, രഥത്തിൽ കയറിയിട്ട്. എങ്ങനെയുള്ള രഥം? സഹവാഹയന്ത്രിക. സഹവാഹം എന്ന് പറഞ്ഞാൽ വാഹങ്ങൾ എന്നാൽ കുതിരകളാണ്. രഥത്തെ വഹിക്കുന്നത് കുതിരകളാണ്. അപ്പൊ കുതിരകളോടും യന്ത്രകൻ എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുന്നവൻ, തേരിനെ നിയന്ത്രിക്കുന്ന സാരഥി. അപ്പൊ സാരഥിയും ഒക്കെ കൊണ്ടുവന്നു. ആര് കൊണ്ടുവന്നുണ്ടാവും? ആ മഹോദരൻ ധ്യാനിച്ചപ്പോ കൊണ്ടുവന്നു കൊടുത്തതാണ്. ആയുധങ്ങളും വാഹനവും സാരഥിയും കുതിരയും എല്ലാം വന്നു. അങ്ങനെ സഹവാഹ യന്ത്രക രഥമാരൂഢ, ആ രഥത്തിൽ കയറിയവനായിട്ട് മാഹിഷ്മതീം ആവിശൻ, മാഹിഷ്മതീപുരിയിലേക്ക് പ്രവേശിച്ച് വാഗ്ഭിഹി വത്സം അത ആശുഷി ക്ഷിതിപദൗ സംപ്രാസ്തുത സങ്കരം. അങ്ങ് ആദ്യം ചെന്ന് വാഗ്ഭിഹി, വാക്കുകളെ കൊണ്ട് മര്യാദയ്ക്ക് ചോദിച്ചു. എല്ലാം പുറത്തുകൊണ്ട് അച്ഛനെ കൊന്നതൊക്കെ പോട്ടെ, ശുക്രാചാര്യർ ജീവിപ്പിച്ചുവല്ലോ, അത് ക്ഷമിക്കാം എന്ന് കരുതിക്കൊണ്ട്, ഒരു യുദ്ധം വേണ്ട എന്ന് കരുതിക്കൊണ്ട് വാക്കുകളെ കൊണ്ട് കെഞ്ചിക്കൊണ്ട് ചോദിച്ചു പരശുരാമൻ. ആരോട്? കാർത്തവീര്യാർജുനനോട്. എന്തിനെക്കുറിച്ച്? വത്സം പശുക്കുട്ടിയെ, കാമധേനുവിന്റെ കുട്ടിയെ തിരിച്ചു തരൂ എന്ന്. വാഗ്ഭിഹി വത്സം. പക്ഷെ ചോദിച്ചപ്പോഴും അദാശുഷി എന്ന് പറഞ്ഞിട്ടുണ്ട്. അദാശുഷി എന്ന് പറഞ്ഞാൽ ദാനം ചെയ്യാതിരുന്നപ്പോൾ, കൊടുക്കാതിരുന്നപ്പോൾ എന്നർത്ഥം. ദാശ്വാൻ എന്ന് പറഞ്ഞാൽ ദാനം ചെയ്യുന്നവൻ എന്നുള്ള പുല്ലിംഗ ശബ്ദമാണ് ദാശ്വാൻ. അതിന്റെ സപ്തമിയാണ് ദാശുഷി. ഇവിടെ അതിന്റെ ഓപ്പോസിറ്റ് ആണ് അദാശുഷി. ആ എന്ന ഉപസർഗം ചേർത്തിട്ട് ഓപ്പോസിറ്റ് പ്രിഫിക്സ്, ഇവിടെ പ്രത്യയം. അദാശുഷി, കൊടുക്കാത്തവനിൽ എന്നാണ് അർത്ഥം. ആര് കൊടുക്കാത്തവനിൽ? ക്ഷിതിപദൗ, ക്ഷിതിപതി രാജാവാണ്. അപ്പൊ ക്ഷിതിപദൗ അദാശുഷി സതി, രാജാവ് കൊടുക്കാതിരുന്നതായിട്ടുള്ള സന്ദർഭത്തിൽ എന്ന് വെച്ചാൽ വാക്കുകളെ കൊണ്ട് ചോദിച്ചപ്പോൾ വത്സനെ കൊടുക്കാതിരുന്നതായിട്ടുള്ള രാജാവിന്റെ നേർക്ക് അങ്ങ് സംപ്രാസ്തുതാഹ സങ്കരം, സങ്കരം യുദ്ധം, സംപ്രാസ്തുതാഹ ത്വം സംപ്രാസ്തുതാഹ അങ്ങ് സംപ്രസ്ഥാനം ചെയ്തു.
പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ആരംഭം എന്നും അർത്ഥം. അപ്പൊ യുദ്ധത്തെ, സങ്കരത്തെ സംപ്രസ്ഥാനം ചെയ്തു, അങ്ങ് യുദ്ധം ആരംഭിച്ചു എന്നർത്ഥം. അപ്പൊ കാർത്തവീര്യാർജുനനോട് യുദ്ധം ചെയ്യുവാനുള്ള കാരണം പറഞ്ഞതാണ്. മര്യാദയ്ക്ക് ചെന്ന് വാക്കുകളെ കൊണ്ട് ചോദിച്ചിട്ട് വത്സനെ കൊടുത്തില്ല, പശുക്കുട്ടിയെ കൊടുത്തില്ല. അങ്ങനെ കൊടുക്കാതിരുന്നപ്പോഴാണ് രാജാവിൻ്റെ നേർക്ക് യുദ്ധം ആരംഭിച്ചത് പരശുരാമൻ. കാരണം ക്ഷത്രിയന്മാർ എന്ത് ചെയ്യണം? ക്ഷത്രിയന്മാർ രാജ്യഭരണം ചെയ്യുന്നവർ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം, അല്ലേ? സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാഹ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഇതാണ് പ്രാർത്ഥന. അപ്പോൾ സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാഹ, മഹീഷാഹ മഹിം ന്യായേന മാർഗേണ പരിപാലയന്താം. രാജാക്കന്മാർ ഭൂമിയെ ന്യായമാർഗങ്ങളിലൂടെ പരിപാലനം ചെയ്യണം. അപ്പോഴാണ് പ്രജാഭ്യ സ്വസ്തി, പ്രജകൾക്ക് സ്വസ്തി ഉണ്ടാവുക. അതിൽ പ്രധാനമായിട്ടും രാജാവ് സംരക്ഷിക്കേണ്ട രണ്ട് കൂട്ടരാണ് ഗോ ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ഗോക്കൾക്കും ബ്രാഹ്മണർക്കും എപ്പോഴും ശുഭമുണ്ടാകണം. കാരണം അവർ നിസ്സഹായരാണ്. അവർ സ്വന്തം പ്രതിരോധം നോക്കുന്നവരല്ല. പശുക്കളും അതെ, ബ്രാഹ്മണരും അതെ, സ്വന്തം രക്ഷ ചെയ്യുന്നവരല്ല. അതുകൊണ്ട് അവരെ രക്ഷിക്കേണ്ടത് ഭരണാധികാരികളാണ്. They are helpless. They are unarmed. ആർമേഡ് അല്ല അവര് ആയുധധാരികളല്ല. പശുവും അതേ നിരപരാധിയായിട്ടുള്ള നിരുപദ്രവകാരിയായിട്ടുള്ള മൃഗമാണ്. പശുക്കളെ രക്ഷിക്കേണ്ടതും മനുഷ്യരുടെയും രാജാക്കന്മാരുടെയും കർത്തവ്യമാണ്. അതുപോലെ നിസ്സഹായരും നിരുപദ്രവകാരികളും നിരായുധരുമായ ബ്രാഹ്മണരെയും രക്ഷിക്കേണ്ടത് രാജാക്കന്മാരുടെ കർത്തവ്യമാണ്. പക്ഷേ ഇപ്പൊ എന്താ ഈ രാജാവ് ചെയ്തത്? രണ്ടുപേരെയും ദ്രോഹിച്ചു. ബ്രാഹ്മണനായ ജമദഗ്നിയെ ഉപദ്രവിച്ചു കൊന്നു. അദ്ദേഹത്തിന്റെ പശുക്കുട്ടിയെ പശുവിൽ നിന്ന് വേർതിരിച്ചു. കാമധേനു വേറെ, പശുക്കുട്ടി വേറെ. അപ്പൊ വലിയൊരു ഉപദ്രവമാണ് ഈ രാജാവ് ചെയ്തത്. അധാർമികമായ പ്രവൃത്തിയാണ് ചെയ്തത്. അതുകൊണ്ട് ഈ ദുഷ്ടനായ ക്ഷത്രിയനെ നിഗ്രഹിക്കണമെന്ന് കരുതി പരശുരാമൻ ആവേശത്തോടെ യുദ്ധം ആരംഭിച്ചു എന്ന് 6-ാം ശ്ലോകം. ശുക്രോ ജീവിതദാതവാക്യചലിതക്രോധോദസഖ്യാസമം ബിഭ്രദ്യാതമഹോദരോപനിഹിതം ചാപം കുഠാരം ശരാൻ ആരൂഢസഹവാഹയന്ത്രകരദം മാഹിഷ്മതീം ആവിശൻ വാഗ്ഭിർവത്സമദാശു ശിക്ഷിതി പദൗ സംപ്രാസ്തുതാ സങ്കരം. തുടർന്ന് 7-ാം ശ്ലോകത്തിലും കാർത്തവീര്യാർജുനനും പരശുരാമനും തമ്മിലുള്ള യുദ്ധം വർണ്ണിക്കുകയാണ്. പുത്രാണാം അയുതേന സപ്തദശഭിശ്ച അക്ഷൗഹിണീഭിർ മഹാസേനാനീഭിർ അനേകമിത്രനിവഹൈഃ വ്യാജൃംഭിതായോധനഃ സദ്യസ്ത്വൽക്കകുടാരബാണവിദളൻ നിശേഷ സൈന്യോത്കരോ ഭീതിപ്രദ്രുതനഷ്ടശിഷ്ടതനയഃ ത്വാമാപദദ്ഹേഹയഃ. പുത്രാണാം അയുതേന സപ്തദശഭിശ്ചാക്ഷൗഹിണീഭിർമഹാസേനാനീഭിർ അനേകമിത്രനിവഹൈർവ്യാജൃംഭിതായോധനഃ സദ്യസ്ത്വൽക്കകുടാരബാണവിദളൻ നിശേഷ സൈന്യോത്കരോ ഭീതിപ്രദ്രുതനഷ്ടശിഷ്ടതനയഃ ത്വാമാപദദ്ഹേഹയഃ ത്വാമാപദദ്ഹേഹയഃ. ഗുരുവായൂരപ്പ, ആ ഹേഹയൻ അങ്ങയുടെ നേർക്ക് വന്ന് പതിച്ചു. ത്വാം ആപതത്, ത്വാം എന്ന് പറഞ്ഞാൽ ത്വാം പ്രതി, അങ്ങയുടെ നേർക്ക് ആപതത്, ആപതിച്ചു, കുതിച്ചു പാഞ്ഞു വന്നു, ചാടി വീണു എന്നൊക്കെ അർത്ഥം. ആര്? ഹേഹയഃ. ഹേഹയഃ കാർത്തവീര്യാർജുനഃ. അപ്പോ എങ്ങനെയായിട്ട് എന്തൊക്കെ സംഭവിച്ച ശേഷമാണ് അവസാനം ഹേഹയൻ പരശുരാമന്റെ നേരെ ചാടി വീണത് എന്ന് പറയണം. പുത്രാണാം അയുതേന സപ്തദശഭിഃ ച അക്ഷൗഹിണീഭിഃ
മഹാസേനാനീഭിഃ അനേകമിത്രനിവഹൈഃ വ്യാജൃംഭിതായോധനഃ. ആയോധനം എന്ന് പറഞ്ഞാൽ യുദ്ധം. അപ്പോൾ വ്യാജൃംഭിതായോധനഃ വലിയ പരാക്രമസമ്പന്നനായിട്ട് എന്നൊക്കർത്ഥം. മഹായുദ്ധത്തെ ചെയ്തു. വ്യാജൃംഭിതമായ ആയോധനത്തോടുകൂടിയ കാർത്തവീര്യാർജുനൻ ഹേഹയൻ. അപ്പോൾ ആരൊക്കെ കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്? പുത്രാണാം അയുതേന. അദ്ദേഹത്തിന് 10,000 മക്കളാണ് ഉണ്ടായിരുന്നത്. അയുതം. അപ്പോൾ അയുതേന പുത്രേണ സഹ, പുത്രാണാം അയുതേന 10,000 മക്കളോടും സപ്തദശഭിഹി അക്ഷൗഹിണീഭിഹി. സപ്തദശം എന്നാൽ 17 അക്ഷൗഹിണീ സൈന്യങ്ങൾ. ഒരു അക്ഷൗഹിണി എന്ന് പറഞ്ഞാൽ 2,10,000 ചില്ലാനം വരും. അത്രയും. അപ്പം സപ്തദശഭിഹി, നമ്മുടെ മഹാഭാരത യുദ്ധത്തിൽ 18 അക്ഷൗഹിണി സൈന്യമാണ്. അതിൽ ഒരു അക്ഷൗഹിണി കുറവുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ 39 ലക്ഷത്തിൽ ചില്ലാനാണ് മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുത്തതെങ്കിൽ ഇവിടെ 37 ലക്ഷത്തോളം ആളുകളുണ്ട് ഈ കാർത്തവീര്യാർജുനന്റെ സൈന്യം. അങ്ങനെയുള്ള വലിയ സൈന്യവും 10,000 പുത്രന്മാരും മഹാസേനാനിഭിഹി വലിയ സേനാനികളോടും കൂടെ അനേകമിത്രനിവഹൈഹി അനേക മിത്രന്മാരായ രാജാക്കന്മാരുടെ സമൂഹവും. അപ്പോൾ സഹായികളായിട്ട് ഒരുപാട് പേര് വന്നു ചേർന്നു. അങ്ങനെ വലിയൊരു സൈന്യവുമായിട്ടാണ് ഏകനായ പരശുരാമനോട് യുദ്ധം ചെയ്യുന്നത്. പരശുരാമന് സഹായിയായിട്ട് അകൃതവ്രണൻ എന്നൊരു മുനി മാത്രമേ ഉള്ളൂ. അദ്ദേഹം യുദ്ധം ചെയ്തോ ഇല്ലയോ എന്ന് പറയുന്നില്ല അവിടെ. അദ്ദേഹത്തെ കൂടെ കൂട്ടിയെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പം അങ്ങനെയുള്ള ഏകനായ പരശുരാമനോട് ഇത്രയും വലിയ സൈന്യമാണ് യുദ്ധം ചെയ്യുന്നത്. അനേകമിത്ര നിവഹൈശ്ച വ്യാജൃംഭിത ആയോധനഃ. വലിയ യുദ്ധം ചെയ്തവനായിട്ടുള്ള ആ ഹേഹയൻ സദ്യ ഉടനെ തന്നെ അധികം താമസിയാതെ ത്വൽക്ക കുട്ടാരബാണവിതളം നിശേഷ സൈന്യോത്കരഃ. ഗുരുവായൂരപ്പ, ത്വൽക്ക കുടാരം, ത്വൽക്കം എന്ന് പറഞ്ഞാൽ ത്വദീയം, അങ്ങയുടേത്, ബിലോങ്ങിങ് ടു യു എന്നർത്ഥം. ഏത്? കുഠാരം, ആ വെൺമഴു, മഹാദേവൻ കൊടുത്ത വെൺമഴു. അപ്പൊ ത്വൽക്ക കുടാരം എന്ന് പറഞ്ഞാൽ അങ്ങയുടെ വെൺമഴുവിൻ്റെ, അതുപോലെ ബാണം, അസ്ത്രങ്ങളെ കൊണ്ടും, വിതളത് നിശേഷ സൈന്യോത്കരഃ. വിതളത് എന്ന് പറഞ്ഞാൽ ക്ഷയിക്കപ്പെട്ടത്, നശിപ്പിക്കപ്പെട്ടത്. ദളിക്കുക എന്ന് പറഞ്ഞാൽ ക്ഷയിക്കുക, നശിക്കുക എന്നൊക്കെ അർത്ഥമാണ്. എന്ത്? ആ വലിയ സൈന്യ ഉൽക്കരം, നിശേഷ സൈന്യോൽക്കരവും, മുഴുവൻ സൈന്യ സമൂഹവും അങ്ങയുടെ ആയുധങ്ങളെ കൊണ്ട്, അങ്ങയുടെ പരശുവിനാലും ബാണങ്ങളാലും നശിപ്പിക്കപ്പെട്ടു. അതാണ് ത്വൽക്ക കുടാരബാണ വിതളം നിശേഷ സൈന്യോൽക്കരഃ. ആ ഹേഹയൻ ഭീതി പ്രദ്രുത നഷ്ടശിഷ്ടതനയഃ. അദ്ദേഹത്തിന്റെ തനയന്മാര് നഷ്ടവും ശിഷ്ടവും ആയത് ഭീതി പ്രദ്രുതരുമായി. നഷ്ടം എന്ന് പറഞ്ഞാൽ നശിച്ചു, കുറെ പേരെ കൊന്നു ഭഗവാൻ പരശുരാമൻ. ബാക്കി ശിഷ്ടം, ബാക്കിയായവരോ പ്രദ്രുതരായി, ഭീതി കൊണ്ട് പ്രദ്രുതരായി, ഭയപ്പെട്ടോടി. 10,000 മക്കളിൽ കുറച്ചു പേര് പരശുരാമന്റെ ആയുധങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോയി. അതാണ് ഭീതി പ്രദ്രുത, ഭയം കൊണ്ട് പ്രദ്രവിച്ചവരായ, നഷ്ടപ്പെട്ടതിന്റെ ശിഷ്ടം, നശിച്ചതിന്റെ ബാക്കി തനയന്മാരും. അപ്പോൾ കാർത്തവീര്യാർജുനന്റെ മക്കൾ കുറെ പേര് നശിച്ചു, കുറെ പേര് ഓടിപ്പോയി. അങ്ങനെയുള്ളവനായിട്ട് ആര്? കാർത്തവീര്യാർജുനൻ. എല്ലാം നഷ്ടപ്പെട്ട കാർത്തവീര്യാർജുനൻ അവസാനം നേരിട്ട് അങ്ങയോട് ഏകനായിട്ട് ത്വാം ആപതത്, അങ്ങയുടെ നേരെ അഭിപതിച്ചു, ചാടി വീണു, അങ്ങയോട് യുദ്ധത്തിനായി കൊണ്ടുവന്നു എന്ന് താല്പര്യം. അപ്പൊ ആദ്യം വലിയ സൈന്യസന്നാഹങ്ങളായിട്ടൊക്കെ വന്നുവെങ്കിലും പരശുരാമന്റെ പരാക്രമത്തിന്റെ മുമ്പിൽ, അദ്ദേഹത്തിന്റെ വെൺമഴുവിന്റെയും ബാണങ്ങളുടെയും മുമ്പിൽ സൈന്യങ്ങളെല്ലാം നശിച്ചു. അദ്ദേഹത്തിന്റെ 10,000 പുത്രന്മാരിൽ കുറെ പേർ കൊല്ലപ്പെട്ടു, കുറെ പേർ പേടിച്ചോടി. അവസാനം കാർത്തവീര്യാർജുനൻ തന്നെ ഭഗവാന്റെ മുമ്പിലേക്ക് യുദ്ധത്തിന് ചാടി വീണു എന്ന് 7-ാം ശ്ലോകം. പുത്രാണാം അയുതേന സപ്തദശഭിഃ അക്ഷൗഹിണീഭിർമഹാസേനാനീഭിഃ സേനാനീഭിരനേകമിത്രനിവഹൈഃ വ്യാജൃംഭിതായോധനഃ
സദ്യസ്ത്വൽക്കുടാരബാണവിദളൻ നിശേഷ സൈന്യോത്കരോ ഭീതിപ്രദ്രുത നഷ്ടശിഷ്ടതനയ ത്വാമാപദഹേഹയ. തുടർന്ന് അടുത്ത 8ാമത്തെ ശ്ലോകത്തിലാണ് കാർത്തവീര്യാർജുനനെ ഭഗവാൻ കൊന്നുകളയുന്നത് പറയുന്നത്. കാർത്തവീര്യാർജുന വധം 8ാം ശ്ലോകം. ലീലാവാരിത നർമ്മദാജലവലല്ലങ്കേശ ഗർവാപഹ ശ്രീമദ്ബാഹു സഹസ്രമുക്ത ബഹുശസ്ത്രാസ്ത്രം നിരുന്ദന്നമും ചക്രേ ത്വയ്യത വൈഷ്ണവേഭി വിബലേ ബുദ്ധ്വാ ഹരിം ത്വാം മുദാ ധ്യായന്തം ചിത സർവദോഷമവധീഃ സോഗാത് പരം തേ പദം. ലീലാവാരിത നർമ്മദാ ജലവലൽ ലീലാവാരിത നർമ്മദാ ജലവലല്ലങ്കേശ ഗർവാപഹ ശ്രീമദ്ബാഹു സഹസ്രമുക്ത ബഹുശസ്ത്രാസ്ത്രം നിരുന്ദന്നമും ചക്രേ ത്വയ്യത വൈഷ്ണവേഭി വിബലേ ബുദ്ധ്വാ ഹരിം ത്വാം മുദാ ധ്യായന്തം ചിദ സർവദോഷമവധീഃ സോഗാത് പരം തേ പദം. ചിദ സർവദോഷമവധീഃ സോഗാത് പരം തേ പദം. ഇപ്പോ കാർത്തവീര്യാർജുനനെ വധിച്ച കഥയാണ് ഇവിടെ പറയുന്നത്. ആദ്യത്തെ ഒരു 1.5-2 വരിയോളം ഒരു പദമാണ്, ഒറ്റ പദമാണ്, സമസ്ത പദം. ലീലാവാരിത നർമ്മദാ ജലവലല്ലങ്കേശ ഗർവാപഹ ശ്രീമദ്ബാഹു സഹസ്രമുക്ത ബഹുശസ്ത്രാസ്ത്രം. ഒരൊറ്റ വാക്കാണ്, ഇത്രയും വലിയ വാക്ക്. ലീലാവാരിത നർമ്മദാ ജലവലല്ലങ്കേശ ഗർവാപഹ ശ്രീമദ്ബാഹു സഹസ്ര മുക്ത ബഹുശസ്ത്രാസ്ത്രം. കാർത്തവീര്യാർജുനനെ വിശേഷിപ്പിച്ചതാണ്. എന്തൊക്കെ ചെയ്തവൻ എന്ന് പറഞ്ഞിട്ടാണ് വിശേഷിപ്പിച്ചത്. ഈ കാർത്തവീര്യാർജുനന്റെ അദ്ദേഹത്തിന് 1000 കൈകളാണ്. ഈ 1000 കൈകള് അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടൊരു കളി കളിച്ചു. എപ്പോഴാണ് നമ്മുടെ രാവണൻ അദ്ദേഹം നർമ്മദാ നദിയിൽ കുളിക്കാൻ വരും. ലങ്കയിൽ നിന്ന് പുഷ്പക വിമാനത്തിൽ നർമ്മദാ നദിയിൽ വന്ന് കുളിച്ചിട്ട് പോകും. കാരണം നർമ്മദാ നദി ശിവന് ഏറ്റവും വിശേഷപ്പെട്ട നദിയാണ്. നർമ്മദാ നദിയിലുള്ള ഓരോ കല്ലുകളും ശിവലിംഗമായിട്ടാണ് മാനിക്കപ്പെടുന്നത്. ബാണലിംഗം എന്ന് പറയാം അതിന്. ഉരുണ്ട കല്ല്. ആ ഉരുണ്ട കല്ലുകൾ ഓരോന്നും ശിവലിംഗമായിട്ടുള്ള സങ്കല്പമാണ്. അപ്പോൾ നർമ്മദാ നദി ഭഗവാന്റെ പ്രത്യക്ഷ സാന്നിധ്യമുള്ളതായിട്ടുള്ള നദിയായിട്ടാണ്. ആ നർമ്മദയെ കുറുകെ കടക്കില്ല, പാലത്തിലൂടെ പോലും കുറുകെ കടക്കില്ല. ചില ആളുകൾ വ്രതമാണ്. നർമ്മദ പരിക്രമണം ചെയ്യുക. നർമ്മദയെ മുഴുവൻ ചുറ്റി സഞ്ചരിക്കുകയാണ് ചെയ്യുക. അതിന് ക്രോസ് ചെയ്യില്ല, പാലത്തിലൂടെ പോലും, വാഹനങ്ങളിലൂടെ പോലും. അങ്ങനെ നർമ്മദാ പരിക്രമണം എന്നുള്ളൊരു ചടങ്ങ് തന്നെയുണ്ട്. നമ്മൾ ശബരിമല യാത്ര പോലെ, തൈപ്പൂയത്തിന് പഴനിക്ക് ആളുകൾ കാൽനടയായി പോകുന്നത് പോലെ നർമ്മദാ പരിക്രമണം എന്നുള്ളൊരു പരിപാടി തന്നെ ഓരോ സീസണിലും ഉണ്ട്. അപ്പോൾ അത് വലിയൊരു പുണ്യകർമ്മമാണ്. അപ്പം നർമ്മദാ നദി നമ്മുടെ രാവണന് പ്രിയപ്പെട്ട നദിയാണ്, മഹാദേവന്റെ സാന്നിധ്യമുള്ളത് കൊണ്ട്. അപ്പം അദ്ദേഹം അവിടെ കുളിക്കാൻ പോകും. അവിടെ കുളിച്ച് അവിടെ ജപത്തിലിരിക്കും. ഒരു ബാണലിംഗം വെച്ച് പൂജിച്ച്, അവിടുത്തെ ഒരു കല്ലെടുത്ത് വെച്ചാൽ പൂജിക്കാം. അങ്ങനെ ആ കല്ലെടുത്ത് വെച്ചിട്ട് ബാണലിംഗത്തിൽ പൂജിച്ചുകൊണ്ട് ആ കരയിലിരിക്കുകയായിരുന്നു, ധ്യാനനിരതനായിട്ടിരിക്കുകയായിരുന്നു നമ്മുടെ രാവണൻ. അപ്പോഴാണ് അതിന് താഴെയുള്ളൊരു ഭാഗത്ത് കാർത്തവീര്യാർജുനൻ തൻ്റെ സ്ത്രീ സഖികളുമായി ജലക്രീഡ ചെയ്യുകയായിരുന്നു. രാജ്ഞികളുമായിട്ട് ജലക്രീഡ ചെയ്യുകയായിരുന്നു. ആ സമയത്ത് ഇദ്ദേഹം തൻ്റെ ഭാര്യമാരെ സന്തോഷിപ്പിക്കാനായിക്കൊണ്ട് തൻ്റെ 1000 കൈകളും ഇങ്ങനെ വിടർത്തി വെച്ചപ്പോൾ നർമ്മദാ നദിക്ക് കുറുകെയുള്ള ഒരു ഡാമായി.
അങ്ങനെ ജലത്തിൻ്റെ പ്രവാഹം തടയപ്പെട്ടു. അപ്പോൾ താഴോട്ട് വെള്ളം ഒഴുകാതെയായി ഡാം പണിതപ്പോൾ, ആദ്യത്തെ നർമ്മദയിലുണ്ടായ ഡാമാണ്. അടുത്ത കാലത്ത് നർമ്മദയിൽ ഡാം കെട്ടുന്നതിനാണ് കുറേ ആന്തോളനുണ്ടായത്. മേധാ പട്കറുടെയും മറ്റൊക്കെ നേതൃത്വത്തിൽ കുറേ ബഹളങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ നർമ്മദയിൽ ആദ്യം ഡാം കെട്ടിയ ആള് കാർത്തവീര്യാർജുനനാണ്, തൻ്റെ 1000 കൈകളെ വിടർത്തിപ്പിടിച്ചിട്ട്. അങ്ങനെ ഭാര്യമാർക്ക് ജലക്രീഡ ചെയ്യാൻ ഇങ്ങനെ അദ്ദേഹം ചെയ്തതായിട്ടുള്ള സമയത്ത് വെള്ളം താഴോട്ടൊഴുകാതെ മുകളിലോട്ട് കുതിച്ചു കയറി. വെള്ളപ്പൊക്കമുണ്ടായി ഡാമിൽ. അപ്പോൾ ഇതിൻ്റെ മുകളിലായിരുന്നു നമ്മുടെ രാവണൻ. വെള്ളമില്ലാത്ത സമയത്ത് ഇരിക്കുന്ന ധ്യാനനിരതനായിരുന്ന ആള് പെട്ടെന്ന് വെള്ളം പൊങ്ങിയപ്പോൾ വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങി. അദ്ദേഹത്തിന് ആകെ അസ്വസ്ഥനായി. ആരാ ഇതിന് കാരണക്കാരൻ, തന്നെ ഉപദ്രവിച്ചവൻ ആരാ എന്ന് വിചാരിച്ചുകൊണ്ട് അയാളോട് യുദ്ധം ചെയ്യാനായിക്കൊണ്ട് രാവണൻ വന്നപ്പണ്ട് താഴെ കാർത്തവീര്യാർജുനൻ ഇങ്ങനെ കയ്യും പിടിച്ചുകൊണ്ട് ജലക്രീഡ ചെയ്യുന്നു. ഇദ്ദേഹമാണ് തൻ്റെ ഉപദ്രവത്തിന് കാരണം എന്ന് വിചാരിച്ചുകൊണ്ട് രാവണൻ കാർത്തവീര്യാർജുനനെ യുദ്ധത്തിന് വെല്ലുവിളിച്ച് യുദ്ധം ചെയ്തു. കാർത്തവീര്യാർജുനന് വലിയ തമാശയായിരുന്നു ഇത്. കാരണം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ രാവണൻ ആരും ആയിരുന്നില്ല. അങ്ങനെ കാർത്തവീര്യാർജുനൻ വളരെ കൂളായിട്ട് രാവണനെ എന്താ പറയുക, ബന്ധനസ്ഥനാക്കി കാരാഗൃഹത്തിൽ അടച്ചു. മാഹിഷ്മതിയിൽ രാവണൻ പെട്ടു. മുമ്പൊരിക്കൽ ബാലിയുടെ വാലിൽപ്പെട്ട ആളാണ് രാവണൻ. ഇപ്പതാ കാർത്തവീര്യാർജുനന്റെ കാരാഗൃഹത്തിലും പെട്ടു. അവസാനം ആരൊക്കെയോ കൂടി അറിഞ്ഞ് അന്വേഷിച്ച് രാവണന്റെ മുത്തശ്ശനായിട്ടുള്ള പുലസ്ത്യ മഹർഷി തന്നെ വന്ന് ഈ കാർത്തവീര്യാർജുനനോട് അപേക്ഷിച്ചു, എൻ്റെ പൗത്രനാണ്, പാവത്തിനെ വിട്ടുവിട്, ഇനി മേലാൽ ഈ വഴിക്ക് വരില്ല, അവൻ ഉപദ്രവിക്കില്ല എന്ന് പറഞ്ഞ മുത്തശ്ശൻ്റെ റെക്കമെൻഡേഷൻ കൊണ്ടാണ് ഇദ്ദേഹം രക്ഷപ്പെട്ടത്. പുലസ്ത്യ മഹർഷിയുടെ മകനായ വിശ്രവസിൻ്റെ മകനാണ് രാവണൻ. വിശ്രവസ് പൗലസ്ത്യൻ എന്നറിയപ്പെടും. ആ പൗലസ്ത്യ തനയനാണ് രാവണൻ. അപ്പോൾ പൗലസ്ത്യനാവാൻ കാരണം പുലസ്ത്യൻ്റെ പുത്രനായതുകൊണ്ട്. പുലസ്ത്യ മഹർഷിക്ക് വലിയ ബഹുമാനമുണ്ട് എല്ലായിടത്തും. വസിഷ്ഠൻ, ഭൃഗു, പുലസ്ത്യൻ മുതലായവരൊക്കെ സപ്തർഷിമാരിൽ പ്രമുഖന്മാരാണ്. അതുകൊണ്ട് പുലസ്ത്യൻ്റെ വാക്ക് കേട്ട് ഇദ്ദേഹം കാർത്തവീര്യാർജുനൻ രാവണനെ മോചിപ്പിച്ചു. അങ്ങനൊരു കാർത്തവീര്യാർജുനന്റെ വിജയ കഥയാണത്. രാവണന്റെ തോൽവിയുടെ കഥയാണ്. അപ്പൊ രാവണൻ ആരാ മുതല്? അങ്ങനെയുള്ള രാവണനെ ഒരു കുരങ്ങനെ ബന്ധിക്കുന്നത് പോലെ ലാഘവത്തോടുകൂടി ബന്ധിച്ച ആളാണെങ്കിൽ കാർത്തവീര്യാർജുനൻ ഏതാ മുതല്? അന്വേഷിക്കുക. അപ്പൊ വില്ലാളി വീരന്മാരിൽ 2 അർജുനന്മാരെയാണ് ഭാഗവത പുരാണത്തിൽ ഉപമിക്കുന്നത്. അഭിമന്യു, നമ്മുടെ പരീക്ഷത്തിനെ. പരീക്ഷിത്ത് വില്ലാളി വീരന്മാരിൽ 2 അർജുനന്മാർക്ക് തുല്യനാണ് എന്ന്. മുത്തശ്ശനായിട്ടുള്ള അർജുനനും പാണ്ഡവനായിട്ടുള്ള അർജുനനും കാർത്തവീര്യാർജുനനും. ഈ കാർത്തവീര്യാർജുനനും ഇവരുടെ വംശത്തിലെ പൂർവീകനാണ്. അർജുനന്റെയൊക്കെ പൂർവീകൻ തന്നെയാണ് കാർത്തവീര്യാർജുനൻ. ചന്ദ്രവംശത്തിലുള്ള ഒരു ചക്രവർത്തിയായിരുന്ന ആൾ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ കൈക്കരുത്തിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ലീലാവാരിത നർമ്മദാ ജലവലൽ ലങ്കേശ ഗർവാബഹ ശ്രീമദ് ബാഹു സഹസ്രമുക്ത ബഹുശസ്ത്രാസ്ത്രം. ബഹുശസ്ത്രാസ്ത്രങ്ങളെ മോചിപ്പിച്ചു. അനേക ആയുധങ്ങള് ഈ കാർത്തവീര്യാർജുനൻ 1000 കൈകളെ കൊണ്ടും പരശുരാമന്റെ നേർക്ക് പ്രയോഗിച്ചു. എങ്ങനെയുള്ള കൈകളാണെന്ന് പറയാണ്. ആ കൈകളുടെ കരുത്തിനെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പഴയ കഥയൊക്കെ എടുത്ത് വിട്ടത്. ലങ്കേശൻ വലഞ്ഞു, കറങ്ങി കിടന്നിട്ട് അതിനകത്ത് അവിടെ വലഞ്ഞതായിട്ടുള്ള ആ ലങ്കേശനെ മുങ്ങിപ്പൊങ്ങി കുഴങ്ങിയതായിട്ടുള്ള ലങ്കേശന്റെ ഗർവാബഹ, ഗർവത്തെ അപഹരിച്ചതായിട്ടുള്ള ശ്രീമദ് ബാഹു സഹസ്ര, ഐശ്വര്യപൂർണമായ പരാക്രമമേറിയതായിട്ടുള്ള 1000 കൈകളെ കൊണ്ട് മുക്ത ബഹുശസ്ത്രാസ്ത്രം, മോചിപ്പിക്കപ്പെട്ടതായിട്ടുള്ള തൊടുത്തു വിടപ്പെട്ടതായിട്ടുള്ള അനേക ആയുധങ്ങളോട് കൂടിയവനായിട്ടുള്ള ആ ഹേഹയനെ എന്ന് പറയാനാണ്. ഹേഹയനെ വിശേഷിപ്പിച്ചൊരു നീണ്ട വിശേഷണമാണിത്.
ലീലാവാരിത നർമ്മദാ ജലവലല്ലങ്കേശ ഗർവാഭഃ ശ്രീമദ്ബാഹു സഹസ്രമുക്ത ബഹുശസ്ത്രാസ്ത്രം നിരുന്ധൻ അമും അമും അവനെ നിരുന്ധൻ അവനെ തടഞ്ഞിട്ട് അവനെ നിരോധിച്ചിട്ട് അവനോട് യുദ്ധം ചെയ്തിട്ട് അങ്ങനെ അങ്ങ് യുദ്ധം ചെയ്തപ്പോൾ ചക്രേ ത്വയ്യത വൈഷ്ണവേബി വിബലേ ഈ കാർത്തവീര്യാർജുനന്റെ കയ്യില് വൈഷ്ണവ ചക്രം പോലും ഉണ്ട്. സുദർശന ചക്രം കൊടുത്തിട്ടുണ്ട് ദത്താത്രേയ മഹർഷി എന്നാ പറയണം. അങ്ങനെ ആ വൈഷ്ണവ ചക്രം കയ്യിലുള്ള അവൻ അങ്ങയുടെ നേരെ പരശുരാമന്റെ നേരെ ആ വൈഷ്ണവ ചക്രത്തെ പ്രയോഗിച്ചു. പക്ഷേ വിബലേ അത് വിഫലമായപ്പോൾ എന്നാണ്. അതാണ് തൊയ്യി അത് വൈഷ്ണവേ ചക്രേ അഭി വിഫലേ അങ്ങയുടെ നേർക്ക് പ്രയോഗിക്കപ്പെട്ട ആ വൈഷ്ണവ ചക്രം പോലും വിഫലമായപ്പോൾ കാർത്തവീര്യാർജുനന് മനസ്സിലായി ആരാ തന്റെ മുമ്പിൽ നിൽക്കുന്നത്, തന്റെ അന്തകനായ വിഷ്ണു തന്നെയാണെന്ന് മനസ്സിലായി. മുമ്പ് ദത്താത്രേയ മഹർഷി പറഞ്ഞത് ഓർത്തു. അതാണ് ബുദ്ധ്വാ ഹരിം ത്വാം. ഗുരുവായൂരപ്പ പരശുരാമരൂപിയായ അങ്ങയെ അദ്ദേഹം റെക്കഗ്നൈസ് ചെയ്തു. ബുദ്ധ്വാ ബുദ്ധ്വാ എന്ന് പറഞ്ഞാൽ ബോധിച്ചിട്ട് അറിഞ്ഞിട്ട് ഹരിം ഈ മുമ്പിൽ നിൽക്കുന്നത് സാക്ഷാൽ ഹരിയാണ് വിഷ്ണുവാണ് എന്ന് ത്വാം അങ്ങയെ തിരിച്ചറിഞ്ഞിട്ട്. ഇപ്പൊ പരശുരാമ രൂപത്തിൽ നിൽക്കുന്നത് വിഷ്ണുവാണെന്ന് അറിഞ്ഞതായിട്ടുള്ള ആ കാർത്തവീര്യാർജുനൻ മുദാ ധ്യായന്തം മോദപൂർവം സന്തോഷത്തോടുകൂടി മരണം വരിക്കാൻ തയ്യാറായി എന്നർത്ഥമാണ്. അങ്ങനെ ഭഗവാനെ ധ്യായന്തം ധ്യാനിക്കുന്നവനായിട്ടുള്ള അവനെ ചിത സർവദോഷം, ചിതം എന്ന് പറഞ്ഞാൽ ഛേദിക്കപ്പെട്ടതായ മുറിക്കപ്പെട്ടതായിട്ടുള്ള സർവദോഷം. സർവദോഷം എന്ന് പറഞ്ഞാൽ ദോഹോ എന്ന ശബ്ദത്തിന് കൈ എന്നർത്ഥമാണ്. ദോർഭിർയുക്ത ചതുർഭിഹി ദോർഭിർയുക്ത ചതുർഭിഹി സരസ്വതി ധ്യാനത്തിൽ പറയുന്നില്ലേ 4 കൈകളോടുകൂടി അവൾ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ചതുർഭിഹി ദോർഭിഹി യുക്ത. അപ്പൊ ദോഹോ എന്നത് കൈകളുടെ പര്യായമാണ്. അപ്പോൾ സർവദോഷം എന്ന് പറഞ്ഞാൽ എല്ലാ കൈകളും ഛേദിക്കപ്പെട്ടു. 1000 കൈകളുള്ളതും പരശുവിനെ കൊണ്ട് മഴുകൊണ്ട് വെട്ടിയെടുത്തു, വാഴയുടെ തണ്ട് വെട്ടിയെടുക്കുന്നത് പോലെ ആര് പരശുരാമൻ. അതാണ് ചിത സർവദോഷം. അതോടുകൂടി അയാളുടെ ദോഷവും ഛേദിക്കപ്പെട്ടു എന്നും അർത്ഥം. 2 അർത്ഥത്തിലാണ് ദോഷ ശബ്ദം ഇവിടെ. അവന്റെ കൈകൾ പോയതോടുകൂടി അവന്റെ അഹങ്കാരം എന്ന ദോഷവും പോയി. അവൻ വിനീതനായി, ഭക്തനായി, വിനയാന്വിതനായി. അങ്ങനെയുള്ള അവന്റെ മരണസമയം അടുത്തതുകൊണ്ട് അവനെ അവധീഹി, ഗുരുവായൂരപ്പ പരശുരാമനായ അങ്ങ് അവനെ അവധീഹി, അവധീഹി വധിച്ചു. ത്വം അവധീഹി അങ്ങ് വധിച്ചു. സോ അഗാത് പരം തേ പദം. സോ എന്ന് പറഞ്ഞാൽ സഹ അവൻ, അഗാത് അഗാത് എന്ന് പറഞ്ഞാൽ ഗമിച്ചു, പ്രാപിച്ചു. എന്ത്? തേ പരം പദം അങ്ങയുടെ പരമപദത്തെ പ്രാപിക്കുകയും ചെയ്തു. അപ്പൊ പരശുരാമന്റെ കൈകൊണ്ട് വധിക്കപ്പെട്ടവനായ ആ ഹേഹയൻ വൈകുണ്ഠത്തെ പ്രാപിച്ചു എന്ന് താല്പര്യം. മോക്ഷം കിട്ടി അദ്ദേഹത്തിന്. ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടാണ് അദ്ദേഹം മരണം വരിച്ചത്. പരശുരാമന്റെ കൈകളെ കൊണ്ട് 1000 കൈകളും ഛേദിക്കപ്പെട്ട് പിന്നീട് ശിരച്ഛേദവും ചെയ്ത് അദ്ദേഹത്തെ വധിച്ചു കളഞ്ഞു. അദ്ദേഹം ഭഗവൽ പദത്തെ പ്രാപിച്ചു, വൈകുണ്ഠ പദത്തെ പ്രാപിച്ചു എന്ന് കാർത്തവീര്യവധത്തെ വളരെ വിസ്തരിച്ച് 8ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. ലീലാവാരിത നർമ്മദാ ജലവലല്ലങ്കേശ ഗർവാഭഃ ശ്രീമദ്ബാഹു സഹസ്രമുക്ത ബഹുശസ്ത്രാസ്ത്രം നിരുന്ധന്നമും ചക്രേ ത്വയ്യത വൈഷ്ണവേപി വിബലേ ബുദ്ധ്വാ ഹരിം ത്വാം മുദാ ധ്യായന്തം ചിത സർവദോഷമവധീഹി സോഗാത് പരം തേ പദം. സോഗാത് പരം തേ പദം. കാർത്തവീര്യാർജുന മുക്തിയെ പറഞ്ഞു. 9ാം ശ്ലോകത്തില് ഇനി പരശുരാമൻ 21 വട്ടം ഭൂമിയിലുള്ള ക്ഷത്രിയന്മാരെ ഉന്മൂലനം ചെയ്യുന്ന കഥയാണ് പറയുന്നത്. ഭൂയോമർഷിത ഹേഹയാത്മജഗണൈഃ
താതേ ഹതേ രേണുകാമഗ്നാനാം ഹൃദയം നിരീക്ഷ്യ ബഹുശോ ഘോരാം പ്രതിജ്ഞാം വഹൻ ധ്യാനാനീതരദായുധസ്ത്വമകൃതാ വിപ്രദ്രുഹ ക്ഷത്രിയാൻ ദിക്ചക്രേഷു കുഠാരയൻ വിശിഖയൻ നിക്ഷത്രിയാം മേദിനീം ഭൂയോമർഷിതഹേഹയാത്മജഗണൈഃ താതേ ഹതേ രേണുകാമഗ്നാനാം ഹൃദയം നിരീക്ഷ്യ ബഹുശോ ഘോരാം പ്രതിജ്ഞാം വഹൻ ധ്യാനാനീതരദായുധസ്ത്വമകൃതാ വിപ്രദ്രുഹ ക്ഷത്രിയാൻ ദിക്ചക്രേഷു കുഠാരയൻ വിശിഖയൻ നിക്ഷത്രിയാം മേദിനീം. പിന്നീട് ഈ കാർത്തവീര്യാർജുനന്റെ ഭയപ്പെട്ട് ഓടിയിരുന്ന കുറച്ച് മക്കൾ ബാക്കിയുണ്ടായിരുന്നു, മരിക്കാത്തവർ. ആ ദുഷ്ടന്മാര് പരശുരാമനോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു? വീണ്ടും വന്ന് ജമദഗ്നിയെ വധിച്ചു കളഞ്ഞു. പരശുരാമന്റെ അച്ഛനെ വധിച്ചു പ്രതികാരം ചെയ്യാൻ. അതാണ് ഇവിടെ പറയുന്നത്, ഭൂയോ അമർഷിത ഹേഹയാത്മജഗണൈഹി താതേ ഹതേ. അങ്ങയുടെ താതനായ ജമദഗ്നി ഹതേ സതി കൊല്ലപ്പെട്ടപ്പോൾ, ഭൂയോ എന്ന് പറഞ്ഞാൽ വീണ്ടും രണ്ടാമതും കൊല്ലപ്പെട്ടു. ആരാൽ? അമർഷിത ഹേഹയാത്മജഗണൈഹി. അമർഷിതർ എന്ന് പറഞ്ഞാല് അച്ഛന്റെ വധത്തിൽ അമർഷം പൂണ്ടവർ. കാർത്തവീര്യാർജുനനെ വധിച്ചപ്പോൾ അതിൽ അമർഷം പൂണ്ടതായിട്ടുള്ള ആ ഓടിപ്പോയതായിട്ടുള്ള ഭീരുക്കളായ ആ മക്കള് പരശുരാമൻ ഇല്ലാത്ത സന്ദർഭത്തിൽ ധ്യാനനിരതനായിരിക്കുന്ന ജമദഗ്നിയുടെ കഴുത്ത് വന്ന് അറുത്തെടുത്തു. അതാണ് ഭൂയോ അമർഷിത ഹേഹയാത്മജഗണൈഹി താതേ ഹതേ. അച്ഛൻ കൊല്ലപ്പെട്ടപ്പോൾ എന്ത് സംഭവിച്ചു? രേണുക രാമാ 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 എന്ന് പറഞ്ഞ് വിളിച്ചു കരഞ്ഞു. എങ്ങനെ? രേണുക ആഗ്നാനാം ഹൃദയം, ഹൃദയം ആഗ്നാനാം രേണുകാം, മാറത്തടിക്കുന്നവളായ രേണുകയെ. അഗ്നാനാം എന്ന് പറഞ്ഞാൽ ഹനിക്കുക, മാറത്തനിക്കുക, ഹൃദയത്തിലേക്ക് പ്രഹരിക്കുക. അങ്ങനെ മാറത്തടിച്ച് കരയുന്ന രേണുകയെ നിരീക്ഷ്യ കണ്ടിട്ട് എത്ര പ്രാവശ്യം? ബഹുശഃ എന്ന് പറഞ്ഞു. ബഹുശഃ പല പ്രാവശ്യം മാറത്തടിച്ച് കരയുന്ന രേണുകയെ കണ്ടിട്ട് ഘോരാം പ്രതിജ്ഞാം വഹന്. ഗുരുവായൂരപ്പ, പരശുരാമമൂർത്തിയായ അങ്ങ് ഘോരമായ പ്രതിജ്ഞയെ ചെയ്തു. എന്താണ് പ്രതിജ്ഞ? ഈ രേണുകാദേവി 21 പ്രാവശ്യമാണ് മാറത്തടിച്ച് കരഞ്ഞത് എന്നാണ് പറയുന്നത്. ബ്രഹ്മാണ്ഡ പുരാണത്തിൽ പറയുന്നുണ്ട്. 21 പ്രാവശ്യം മാറത്തടിച്ചിട്ട് രാമാ 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 നിന്റെ അച്ഛനെ ആ ദുഷ്ടന്മാർ കൊന്നു എന്ന് 21 പ്രാവശ്യം മാറത്തടിച്ചു. അപ്പൊ അമ്മ 21 പ്രാവശ്യം മാറത്തടിക്കാൻ കാരണക്കാരായ ദുഷ്ടന്മാരായ ക്ഷത്രിയന്മാരെ നിഗ്രഹിക്കുവാൻ ഇദ്ദേഹം പ്രതിജ്ഞ ചെയ്തു. അങ്ങനെ 21 വട്ടം 21 പ്രാവശ്യം ഭൂമി മുഴുവൻ സഞ്ചരിച്ച് എല്ലാ ക്ഷത്രിയന്മാരെയും ദുഷ്ടന്മാരെയൊക്കെ ഉന്മൂലനം ചെയ്തു. അതാണ് പരശുരാമൻ ചെയ്ത പ്രതിജ്ഞ. ഘോരാം പ്രതിജ്ഞാം വഹന് ധ്യാന ആനീതരദായുധഃ ത്വം. ധ്യാനത്താൽ ആനയിക്കപ്പെട്ടു, ധ്യാനിച്ചപ്പോൾ തന്നെ കൊണ്ടുവരപ്പെട്ടു. എന്താണ്? രഥവും ആയുധവും. പരശുരാമന് വേണ്ടതായിട്ടുള്ള രഥവും ആയുധവും അദ്ദേഹം എപ്പോൾ ധ്യാനിച്ചാലും എത്തും. അങ്ങനെ ധ്യാനാനീത രഥായുധഃ ത്വം. ത്വം ഗുരുവായൂരപ്പ അങ്ങ് അകൃത. അകൃത എന്ന് പറഞ്ഞാൽ ചെയ്തു എന്നാണ് അർത്ഥം. എന്താ ചെയ്തത്? വിപ്രദ്രുഹ ക്ഷത്രിയാൻ ദിക്ചക്രേഷു കുഠാരയൻ വിശിഖയൻ നിക്ഷത്രിയാം മേദിനീം അകൃത എന്നർത്ഥം. മേദിനീം നിക്ഷത്രിയാം അകൃത. മേദിനിയെ, ഭൂമിയെ നിക്ഷത്രിയയാക്കി ചെയ്തു, രഹിതയാക്കി ചെയ്തു. ഭൂമിയിൽ ക്ഷത്രിയന്മാരെ അവശേഷിപ്പിക്കാത്ത രീതിയിൽ അങ്ങ് അത്രയും പേരെ കൊന്നുകളഞ്ഞു. മേദിനീം നിക്ഷത്രിയാം അകൃതാഹ. അതെങ്ങനെയാണ് അങ്ങനെയാക്കിയത്? വിപ്രദ്രുഹ ക്ഷത്രിയാൻ, ബ്രാഹ്മണദ്രോഹികളായ ക്ഷത്രിയന്മാരെ ദിക്ചക്രേഷു. ദിക്ചക്രങ്ങൾ എന്നാൽ ദിഗന്ധരങ്ങളിൽ, ദിക്മണ്ഡലങ്ങളിൽ നാലുപാടും നടന്നുകൊണ്ട് എല്ലാ ദിക്കുകളിലും കുഠാരയൻ. കുഠാരയൻ എന്ന് പറഞ്ഞാൽ മഴുകൊണ്ട് വെട്ടിയിട്ടും
വിശികയൻ, വിശികം, വിശാഖം എന്നൊക്കെ പറഞ്ഞാൽ അസ്ത്രം, അസ്ത്രങ്ങളെ കൊണ്ട് തലയെടുത്തിട്ടും എന്ന് പറയാനാണ്. കുട്ടാരയൻ മഴുകൊണ്ട് വെട്ടിയിട്ടും വിശികയൻ അസ്ത്രങ്ങളെ കൊണ്ട് ഇത് വീഴ്ത്തിയിട്ടും ആ ക്ഷത്രിയന്മാരെ മുഴുവൻ കൊന്നിട്ട് ഭൂമിയെ നിക്ഷത്രിയാം മേദിനീം അകൃതാ. ഗുരുവായൂരപ്പ ഭൂമിയെ നിക്ഷത്രിയയാക്കി ചെയ്തു, ക്ഷത്രിയ വംശത്തെ തന്നെ അങ്ങ് മുടിപ്പിച്ചു. അപ്പൊ ക്ഷത്രിയന്മാരില്ലാതായപ്പോഴാണ് പിന്നെ ബ്രാഹ്മണർ തന്നെ ക്ഷത്രിയ സ്ത്രീകളിൽ ഉൽപാദനം നടത്തി പിന്നെയും ക്ഷത്രിയ വംശത്തെ നിലനിർത്തിയത്. അങ്ങനെയാണ് ബ്രാഹ്മണർക്ക് ക്ഷത്രിയരുമായിട്ടുള്ള വിവാഹ ബന്ധങ്ങളൊക്കെ ഉണ്ടായി വന്നത്. പുരുഷന്മാരില്ലാതായി ക്ഷത്രിയന്മാരുടെ ഇടയിൽ. അപ്പോൾ പിന്നെ കുറച്ചുകൂടി യോഗ്യന്മാരായിട്ടുള്ള ആളുകളിൽ നിന്ന് ഗർഭാധാനം സ്വീകരിച്ചു. അങ്ങനെ നിയമങ്ങൾ മാറി വന്നു. അപ്പം അങ്ങനെ ഭൂമിയിൽ ക്ഷത്രിയന്മാരില്ലാതെയാക്കി ഒരു കാലത്ത് പരശുരാമൻ. പിന്നീട് രാമൻ അവതരിച്ചതോടു കൂടിയിട്ട് ആ ദൗത്യം ശ്രീരാമനെ ഏൽപ്പിച്ച്, അപ്പോഴും ധാർമ്മികന്മാരായിട്ടുള്ള രാജാക്കന്മാരൊക്കെ ശേഷിച്ചിട്ടുണ്ട്. സൂര്യവംശത്തിലെ ദശരഥൻ മുതലായിട്ടുള്ളവരൊക്കെ ബാക്കിയുണ്ട്. അപ്പോൾ ക്ഷത്രിയന്മാരില്ലാതായിട്ടില്ല, എങ്കിലും ദുഷ്ടന്മാരെയൊക്കെ ഉന്മൂലനം ചെയ്തു എന്നർത്ഥം. അപ്പം അങ്ങനെയുള്ള 21 വട്ടം ഭൂമിയെ ക്ഷത്രിയ വംശ വിച്ഛേദം ചെയ്ത കഥയാണ് 9ാമത്തെ ശ്ലോകം. ഭൂയോമർഷിതഹേഹയാത്മജഗണൈഃ താദേഹദേരേണുകാം ആഗ്നാനാം ഹൃദയം നിരീക്ഷ്യ ബഹുശോ ഘോരാം പ്രതിജ്ഞാം വഹൻ ധ്യാനാനീതരദായുധസ്ത്വമകൃതാഃ വിപ്രദ്രുഹ ക്ഷത്രിയാൻ ദിക്ചക്രേഷു കുഠാരയൻ വിശികയൻ നിക്ഷത്രിയാം മേദിനീം. തുടർന്ന് സമന്തപഞ്ചകം എന്ന തീർത്ഥത്തിൽ താൻ ചെയ്ത പാപങ്ങൾക്കൊക്കെ ആയിട്ട് പരിഹാരം ചെയ്യുന്ന ആ കർമ്മവും ഭൂമിയെ ബ്രാഹ്മണർക്ക് കാശ്യപാദി ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുന്നതുമായിട്ടുള്ള കഥയൊക്കെയാണ് അടുത്ത ശ്ലോകം, 10ാമത്തെ ശ്ലോകം. താതോജ്ജീവനകൃൻ നൃപാലകുലം ത്രിസപ്തകൃത്വോ ജയൻ സന്ദർപ്യാദ സമന്ത പഞ്ചക മഹാരക്തഹൃദൗഗേ പിതൃൻ യജ്ഞേക്ഷ്മാമപി കാശ്യപാദിഷു ദിശൻ സാൽവേന യുദ്ധ്യൻ പുനഃ കൃഷ്ണോ മും നിഹനിഷ്യതീതി ശമിതോ യുദ്ധാത് കുമാരൈർഭവാൻ. താതോജ്ജീവനകൃപാലകുലം ത്രിസപ്തകൃത്വോ ജയൻ സന്ദർപ്യാദ സമന്ത പഞ്ചക മഹാരക്തഹൃദൗഗേ പിതൃൻ യജ്ഞേക്ഷ്മാമപി കാശ്യപാദിഷു ദിശൻ സാൽവേന യുദ്ധ്യൻ പുനഃ കൃഷ്ണോ മും നിഹനിഷ്യതീതി ശമിതോ യുദ്ധാത് കുമാരൈർഭവാൻ. അപ്പോ താത ഉജ്ജീവനകൃത്ത്, മരിച്ചുപോയ അച്ഛനെ അങ്ങ് വീണ്ടും ഉജ്ജീവിപ്പിച്ചു. അത് പരശുരാമൻ തൻ്റെ തപശക്തി കൊണ്ട് തന്നെ ജമദഗ്നിയെ ജീവിപ്പിച്ചു. അതാണ് താത ഉജ്ജീവനകൃത്ത്, താതനെ ഉജ്ജീവനം ചെയ്തവനായിട്ട്. നൃപാലകുലം ത്രിസപ്തകൃത്വോ ജയൻ. നൃപാലകുലം, നൃപാലകന്മാര്, നരപാലകന്മാര്, രാജാക്കന്മാര്, അവരുടെ കുലത്തെ, വംശത്തെ ത്രിസപ്തകൃത്വ എന്ന് പറഞ്ഞാലോ, ത്രിസപ്ത, 3 3 സപ്ത 7 3 7 21 പ്രാവശ്യം എന്ന് പറയാനാണ് കൃത്വ എന്ന് പറയുന്നത്. ത്രിസപ്ത കൃത്വ എന്ന് പറഞ്ഞാൽ 21 പ്രാവശ്യം ജയൻ, ജയിച്ചിട്ട്. അപ്പൊ രാജവംശങ്ങളെ മുഴുവൻ 21 പ്രാവശ്യം ജയിച്ചിട്ട് സന്ദർപ്യ അത് അനന്തരം സന്ദർപ്യ എന്ന് പറഞ്ഞാൽ തർപ്പണം ചെയ്തിട്ട്, എവിടെ? സമന്ത പഞ്ചക മഹാരക്തഹൃദൗഗേ പിതൃൻ. സമന്ത പഞ്ചകം എന്ന മഹാരക്തഹൃദൗഗത്തിൽ
ഈ രാജാക്കന്മാരുടെയൊക്കെ രക്തം കൊണ്ട് നിറഞ്ഞ ഒരു ഹ്രദം, ഒന്നല്ല 5 ഹ്രദങ്ങൾ, 5 കയങ്ങൾ, 5 എന്താ പറയുക തടാകങ്ങൾ പോലെയുള്ളതായിട്ടുള്ള സ്ഥാനം നമ്മുടെ കുരുക്ഷേത്രത്തിലുള്ളതാണിത്, ഇന്നത്തെ ഹരിയാനയിൽ. അപ്പൊ കുരുക്ഷേത്രത്തിലുള്ളതായിട്ടുള്ള സമന്ത പഞ്ചകം എന്നുള്ള 5 ജലാശയങ്ങൾ അത് രക്തവർണമായിരുന്നു. എങ്ങനെ? ഈ രാജാക്കന്മാരുടെ രക്തപ്പുഴകൾ ഒഴുകിയിട്ട്. അതാണ് സമന്ത പഞ്ചക മഹാരക്തഹ്രദൗഘേ പിതൃൻ സന്ദർഭ്യ, പിതൃക്കൾക്കായി കൊണ്ട് തർപ്പണം ചെയ്ത്, എന്നുവെച്ചാൽ ഈ മരിച്ചുപോയവരുടെയും എല്ലാവരുടെയും പിതൃക്കൾക്കായി കൊണ്ട് തർപ്പണം ചെയ്ത് ഭൂമിയിൽ ശാന്തി ഉണ്ടാവാനായി കൊണ്ട് അങ്ങ് സങ്കല്പം ചെയ്തു. എന്നിട്ട് ഒരു യജ്ഞത്തിൽ അങ്ങ് യജ്ഞേ ക്ഷ്മാം അപി കാശ്യപാദിഷു ദിശൻ. ക്ഷ്മാം എന്ന് പറഞ്ഞാൽ ക്ഷമാ എന്നാൽ ക്ഷമ തന്നെയാണ്, ഭൂമി തന്നെയാണ്. അപ്പൊ ഭൂമിയെ അങ്ങ് രാജാക്കന്മാരിൽ നിന്നെല്ലാം പിടിച്ചെടുത്തതായിട്ടുള്ള ഭൂമിയെ യജ്ഞത്തിൽ ഒരു യജ്ഞം നടത്തിയിട്ട് അതിൽ കാശ്യപാദിഷു ദിശൻ, കാശ്യപൻ മുതലായ ബ്രാഹ്മണർക്കായി കൊണ്ട് ദാനം ചെയ്തിട്ട്, അപ്പൊ അങ്ങ് രാജാക്കന്മാരെ കൊന്ന് പിടിച്ചെടുത്ത ഭൂമി മുഴുവൻ കാശ്യപാദി ബ്രാഹ്മണർക്ക് ദാനം ചെയ്തിട്ട് സാൽവേന യുദ്ധ്യൻ, സാൽവൻ എന്ന രാജാവിനോട് പിന്നെ യുദ്ധം ചെയ്തിട്ട്, നമ്മുടെ ദുര്യോധനന്റെ കൂട്ടുകാരനാണ് സാൽവൻ, ശിശുപാലന്റെയൊക്കെ കൂട്ടുകാരനാണ് സാൽവൻ, നമ്മുടെ അംബയുടെ വരനായിരുന്ന ആളാണ്. അംബയെ ഉപേക്ഷിച്ചു അയാള്, അതാണ് സാൽവന്റെ കഥ. അപ്പൊ ആ സാൽവനോട് യുദ്ധം ചെയ്തു അങ്ങ്. പക്ഷേ സാൽവന്റെ വധം ഭഗവാൻ കൃഷ്ണനെ കൊണ്ടാവണം എന്നാണ്. അദ്ദേഹത്തിനൊരു ശിവനിൽ നിന്ന് വരം കിട്ടിയിട്ടുണ്ട്, ഇന്നവരിൽ നിന്നൊന്നും അദ്ദേഹത്തിന് മരണമില്ല എന്ന്. സാൽവന് ഒരു വാഹനമുണ്ട്, അദ്ദേഹത്തിന്റെ സൗഭം എന്ന് പറഞ്ഞൊരു വാഹനം. ആ സൗഭം എന്ന വാഹനം ദേവന്മാർക്കോ മനുഷ്യന്മാർക്കോ കിന്നരന്മാർക്കോ ഗന്ധർവന്മാർക്കോ ഉരകങ്ങൾക്കോ രാക്ഷസന്മാർക്കോ അസുരന്മാർക്കോ ബ്രഹ്മാവിന്റെ സൃഷ്ടിയിൽപ്പെട്ട ആർക്കും നശിപ്പിക്കാൻ കഴിയാത്തൊരു വാഹനമാണ് മഹാദേവൻ കൊടുത്തത്. അതിലിരുന്നു കൊണ്ടാണ് സാൽവൻ യുദ്ധം ചെയ്യുക. അപ്പൊ സാൽവനെ വധിക്കണമെങ്കിൽ ഈ വാഹനത്തെ നശിപ്പിക്കണം, ഈ വിമാനത്തെ നശിപ്പിക്കണം. ഇതിന് നശിപ്പിക്കാൻ ശക്തരായിട്ട് ബ്രഹ്മാവിന്റെ സൃഷ്ടിയിൽ ആരുമില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരാളാണ് കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. ഈ ബ്രഹ്മാവിന്റെ സൃഷ്ടിയിൽ പെടാത്ത ഒരു അവതാരമാണ് കൃഷ്ണാവതാരം. അതുകൊണ്ട് ആ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് പറയുന്നു. ഭഗവാൻ തന്നെയാണ് കൃഷ്ണൻ. ബാക്കി ഇതെല്ലാം അംശാവതാരം എന്നൊക്കെ പറയുക, പരശുരാമനൊക്കെ. അതുകൊണ്ട് പരശുരാമന്റെ കൈകൊണ്ടല്ല, കൃഷ്ണന്റെ കൈകൊണ്ടാണ് അവൻ വധിക്കപ്പെടേണ്ടത് എന്ന് കുമാരൈർ ഭവാൻ യുദ്ധാത് ശമിത. കുമാരൈഹി എന്ന് പറഞ്ഞാൽ സനൽകുമാരാദികൾ വന്ന് പരശുരാമനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, ഈ യുദ്ധം അവസാനിക്കാൻ പോകുന്നില്ല, അങ്ങയുടെ കൈകൊണ്ടല്ല ഇവന് മരണം, അതുകൊണ്ട് അങ്ങ് വിട്ടേക്കൂ. കൃഷ്ണോ അമും നിഹനിഷ്യതി, കൃഷ്ണ അമും നിഹനിഷ്യതി, കൃഷ്ണൻ ഇവനെ കൊല്ലും. ഇതി ശമിതോ യുദ്ധാത്, യുദ്ധത്തിൽ നിന്ന് അങ്ങ് പിന്തിരിപ്പിക്കപ്പെട്ടു. ആരാൽ? കുമാരൈഹി, സനൽകുമാരൈഹി, സനൽകുമാരന്മാരാൽ ഭവാൻ യുദ്ധാത് ശമിത, യുദ്ധത്തിൽ നിന്ന് പിന്തിരിയപ്പെട്ടു. അപ്പൊ ഈ യുദ്ധം വൃഥാ യുദ്ധമാണ്, ഇവനെ കൊല്ലേണ്ടത് കൃഷ്ണനാണ് എന്നുള്ള കാര്യം സനൽകുമാര മഹർഷി വന്ന് പറഞ്ഞ് പരശുരാമൻ സാൽവവധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു. സാൽവവധമൊക്കെ നമുക്ക് കൃഷ്ണാവതാരത്തിൽ കാണാം. രാജസൂയ യാഗം കഴിഞ്ഞിട്ടാണ് സാൽവവധം. അപ്പോ താദോജ്ജീവന കൃനൃപാലകുലം ത്രിസപ്ത കൃത്വോ ജയന് സന്ദർപ്യാദ സമന്ത പഞ്ചകമഹാരക്തഹൃദൗകേ പിതൃൻ യജ്ഞേക്ഷ്മാമപി കാശ്യപാദിഷു ദിശൻ സാൽവേന യുദ്ധ്യൻ പുനഃ കൃഷ്ണോമും നിഹനിഷ്യതീതി ശമിതോ യുദ്ധാത് കുമാരൈർഭവാൻ.
കൃഷ്ണോ മും നിഹനിഷ്യതീതി ശമിതോ യുദ്ധാത് കുമാരൈർഭവാൻ. അപ്പൊ പരശുരാമന്റെ മഹത്വങ്ങളെ വർണ്ണിച്ചതാണ് 10ാമത്തെ ശ്ലോകം. 11ാമത്തെ ശ്ലോകം പരശുരാമ കഥയെ ഉപസംഹരിക്കുകയാണ്. ന്യസ്യാസ്ത്രാണി മഹേന്ദ്രഭൂഭൃതി തപസ്തന്വൻ പുനർമജ്ജിതാം ഗോകർണാവധി സാഗരേണ ധരണീം ദൃഷ്ട്വാർത്തിതസ്താപസൈഃ ദ്യാദേശ്വാസധൃദാനലാസ്ത്രചകിതം സിന്ധും സൃവക്ഷേപണാത് ഉത്സാര്യോദ്ധൃതകേരളോ ഭൃഗുപതേ വാദേശ സംരക്ഷമാം. ന്യസ്യാസ്ത്രാണി മഹേന്ദ്രഭൂഭൃതി തപസ്തന്വൻ പുനർമജ്ജിതാം ഗോകർണാവധി സാഗരേണ ധരണീം ദൃഷ്ട്വോർത്തിതസ്താപസൈഃ ദ്യാദേശ്വാസധൃദാനലാസ്ത്രചകിതം സിന്ധും സൃവക്ഷേപണാത് ഉത്സാര്യോദ്ധൃതകേരളോ ഭൃഗുപതേ വാദേശ സംരക്ഷമാം. ഉത്സാര്യോദ്ധൃതകേരളോ ഭൃഗുപതേ വാദേശ സംരക്ഷമാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അപ്പൊ ഇതൊന്നും ഭാഗവതത്തിലുള്ള കഥയല്ല. ഇതൊക്കെ മറ്റു പുരാണങ്ങളിൽ, ബ്രഹ്മാണ്ഡ പുരാണത്തിലാണ് ഈ ഭാഗമൊക്കെ വർണ്ണിച്ചിരിക്കുന്നത്. അതൊക്കെ മേൽപ്പത്തൂർ എടുത്ത് പരശുരാമ കഥയെ പൂർണ്ണമാക്കി. കേരളീയരായിട്ടുള്ള നമ്മളൊക്കെ പരശുരാമന്റെ ചരിത്രം അല്പമെങ്കിലും അറിഞ്ഞിരിക്കണമെന്ന് കരുതിയിട്ട് കേരളീയനായിട്ടുള്ള മേൽപ്പത്തൂരിന് പരശുരാമനെ കുറിച്ച് മുഴുവൻ പറയാൻ ആഗ്രഹം. അങ്ങനെ ഭാഗവതത്തിലില്ലാത്ത സാൽവ യുദ്ധവും, സാൽവനോട് പരശുരാമൻ യുദ്ധം ചെയ്തതൊന്നും ഭാഗവതത്തിലില്ല. ഇനി ഇതാ കേരളോദ്ധാരണം, അതും ഭാഗവതത്തിലുള്ളതല്ല, ബ്രഹ്മാണ്ഡ പുരാണത്തിലാണ്. അതിന്നാണ് മേൽപ്പത്തൂർ ഉദ്ധരിക്കുന്നത്, ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പോ ന്യസ്യാസ്ത്രാണി മഹേന്ദ്രഭൂഭൃതി തപസ്തന്വൻ. പരശുരാമൻ പിന്നെ 21 വട്ടം ക്ഷത്രിയരെയൊക്കെ വധിച്ച ശേഷം ആ പാപമൊക്കെ ദാനം ചെയ്ത് തർപ്പണം ചെയ്തൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ മഹേന്ദ്രഭൂഭൃതി, മഹേന്ദ്രഭൂഭൃത്ത എന്ന് പറഞ്ഞാൽ മഹേന്ദ്ര പർവ്വതം. ഭൂവിനെ ഭരിക്കുന്നത്, ഭൂവിനെ നിലനിർത്തുന്നത് പർവ്വതങ്ങളാണ്. അതുകൊണ്ട് ഭൂഭൃത്ത് എന്നത് പർവ്വതം. അതിന്റെ സപ്തമി ഭൂഭൃതി, പർവ്വതത്തിൽ. മഹേന്ദ്രഭൂഭൃതി, മഹേന്ദ്ര പർവ്വതത്തിൽ. അസ്ത്രാണി ന്യസ്യ, അങ്ങ് ആയുധങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട്, ആയുധങ്ങളെല്ലാം വെടിഞ്ഞ് അങ്ങ് എന്ത് ചെയ്തു? തപഹ തന്വൻ, മഹേന്ദ്ര പർവ്വതത്തിൽ ചെന്ന് തപസ് അനുഷ്ഠിച്ചു. അപ്പൊ ആയുധങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ ശേഷം അങ്ങ് മഹേന്ദ്ര പർവ്വതത്തിൽ ചെന്ന് തപസ് അനുഷ്ഠിച്ചു. മഹേന്ദ്ര ഭൂഭൃതി തപസ്തന്വൻ. അങ്ങനെ തപസ് അനുഷ്ഠിച്ചു കൊണ്ടിരിക്കെ താപസൈഹി അർത്തിതഃ, അങ്ങ് താപസന്മാരാൽ അർത്ഥിക്കപ്പെട്ടു. എന്തിനായിക്കൊണ്ട്? മജ്ജിതാം ഗോകർണാവധി സാഗരേണ ധരണീം ദൃഷ്ട്വാ. ഭൂമി കുറെ ഭാഗം വെള്ളത്തിന്റെ അടിയിൽ താണുപോയിരിക്കുന്നത് കണ്ടിട്ട്. അതാണ് പുനഃ ഗോകർണാവധി, ഗോകർണം വരെയുള്ള, കന്യാകുമാരി മുതൽ ഗോകർണം വരെയുള്ള ഭൂമി സാഗരേണ മജ്ജിതാം ധരണീം ദൃഷ്ട്വ, സമുദ്രത്താൽ മുങ്ങപ്പെട്ട് കിടക്കുന്ന മജ്ജിതമായിരിക്കുന്ന ഭൂമിയെ, ധരണിയെ കണ്ടിട്ട് താപസൈഹി അർത്തിതഃ, താപസന്മാരാൽ പ്രാർത്ഥിക്കപ്പെട്ടിട്ട് ദ്യാദേശ്വാസധൃദാനലാസ്ത്രചകിതം സിന്ധും, സിന്ധുവിനെ, സിന്ധു സമുദ്രം, സമുദ്രത്തെ ചകിതനാക്കി ഭയപ്പെടുത്തി. എങ്ങനെ? ധ്യാത ഇശ്വാസ, ധ്യാനിച്ചപ്പോൾ ഇശ്വാസം വന്നു. ഇശ്വാസം എന്നാൽ ഇഷുവിനെ അസിക്കുന്നത്. ഇഷു എന്നാൽ അമ്പാണ്, അസിക്കുക എന്ന് പറഞ്ഞാൽ അസ്ത്രം തൊടുക്കുക. അപ്പൊ ഇശ്വാസം എന്ന് പറഞ്ഞാലോ വില്ല്. ഇശ്വാസം വില്ലിന്റെ പേരാണ്. അപ്പൊ ധ്യാതേശ്വാസം, ധ്യാനിച്ചപ്പോൾ വന്ന വില്ലെടുത്ത്
അതിൽ ധൃത അനലാസ്ത്രം, അതിൽ അനലാസ്ത്രത്തെ ധരിച്ചു. നമ്മുടെ ശ്രീരാമസ്വാമി ആഗ്നേയാസ്ത്രം തൊടുത്ത് സമുദ്രത്തെ വറ്റിക്കാൻ പോകുന്നില്ലേ, അതുപോലെ പരശുരാമനാണ് ആദ്യം സാഗരത്തിന്റെ നേരെ ആഗ്നേയാസ്ത്രം തൊടുത്തത്. അങ്ങനെ ആഗ്നേയാസ്ത്രം തൊടുത്തപ്പോൾ ചകിതനായ സിന്ധുവിനെ, ഭയപ്പെട്ടതായിട്ടുള്ള സിന്ധുവിനെ സ്രുവക്ഷേപണാത് ഉത്സാര്യ, സ്രുവമെറിഞ്ഞ് ഉത്സാരിച്ച് അകലേക്ക് മാറ്റിയിട്ട്. അപ്പൊ സ്രുവം എന്ന് പറഞ്ഞാൽ യാഗത്തിൽ ഉപയോഗിക്കുന്ന ഒരു കയ്യിലാണ്, ഒരു തവി, ഒരു ചട്ടകം അല്ലെങ്കിൽ സ്പൂണ്, തവി, കയ്യില് എന്നൊക്കെ പറയുന്ന ഹവിസ് സമർപ്പിക്കുന്നതായിട്ടുള്ള ആ നീണ്ട പിടിയോടുകൂടിയതായിട്ടുള്ള ഒരു ബൗൾ, അതിനെയാണ് സ്രുവം എന്ന് പറയുന്നത്. ആ സ്രുവം കൊണ്ടാണ് സ്രുവക്ഷേപണാഥ, സ്രുവമെറിഞ്ഞിട്ടാണ് ഉത്സാര്യ സമുദ്രത്തെ മാറ്റിയിട്ട് അങ്ങോട്ട് മാറി നിൽക്കുക എന്ന് പറഞ്ഞ് എറിഞ്ഞപ്പോൾ, മാറി നിന്നപ്പോൾ ഉദ്ധൃത കേരള, കേരളത്തെ ഉദ്ധരിച്ചു, കേരള ഭൂമിയെ ഉദ്ധരിച്ച അങ്ങനെയുള്ള സഹത്വം മാം സംരക്ഷ, എന്നെ രക്ഷിച്ചാലും ഗുരുവായൂരപ്പ, പരശുരാമാകൃതി പൂണ്ട ഗുരുവായൂരപ്പ എന്നെ രക്ഷിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പരശുരാമചരിതം സമർപ്പിക്കുകയാണ്. അപ്പോൾ മേൽപ്പത്തൂരിൻ്റെ ഭാഷയിലും ബ്രഹ്മാണ്ഡ പുരാണത്തിലും മഴുവല്ല എറിഞ്ഞിരിക്കണത്, സ്രുവം എറിഞ്ഞ് എന്ന യാഗത്തിനുള്ള സ്രുവം എറിഞ്ഞുകൊണ്ട് സമുദ്രത്തെ അകറ്റി കേരളത്തെ ഉദ്ധരിച്ച, മലയാളത്തെ നിർമ്മിച്ച പരശുരാമസ്വാമിയുടെ ചരിത്രം പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള ഗുരുവായൂരപ്പ എന്നെ രക്ഷിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഭാഗവതത്തിൽ ഈ ഭാഗം ഇല്ല. ഭാഗവതത്തിൽ അദ്ദേഹം മഹേന്ദ്രപർവ്വതത്തിൽ തപസ്സനുഷ്ഠിച്ച് സിദ്ധചാരണ ഗന്ധർവന്മാരാൽ സ്തുതിക്കപ്പെട്ടുകൊണ്ട് അവിടെ കഴിയുന്നു എന്നാണ് പറഞ്ഞു നിർത്തിയത്. ഇവിടെ കേരള ഉൽപ്പത്തിയും കൂടി പരശുരാമന്റെ മഹിമയായി എടുത്തു പറഞ്ഞ് സമർപ്പിച്ചു മേൽപ്പത്തൂര്. ന്യസ്യാസ്ത്രാണി മഹേന്ദ്ര ഭൂഭൃതി തപസ്തന്വൻ പുനർമജ്ജിതാം ഗോകർണാവതി സാഗരേണ ധരണീം ദൃഷ്ട്വാർത്തിതസ്താപസൈഃ. സാഗരേണ മജ്ജിതാം ഗോകർണാവതി ധരണി, സാഗരത്താൽ മജ്ജനം ചെയ്യപ്പെട്ടിരിക്കുന്ന ഗോകർണ പര്യന്തമുള്ള ഭൂമിയെ അങ്ങ് ആഗ്നേയാസ്ത്രം തൊടുത്ത് സമുദ്രത്തെ ഭയപ്പെടുത്തി അകറ്റിയിട്ട് സ്രുവമെറിഞ്ഞ് വീണ്ടെടുത്തു, സ്പൂണുകൊണ്ട് കോരിയെടുത്തു എന്നർത്ഥം. അത്രയേ ഉള്ളൂ പരശുരാമസ്വാമിക്ക്, ഇത്രയേ ഉള്ളൂ ഇത് എന്ന് പറയാം. ന്യസ്യാസ്ത്രാണി മഹേന്ദ്ര ഭൂഭൃതി തപസ്തന്വൻ പുനർമജ്ജിതാം ഗോകർണാവതി സാഗരേണ ധരണീം ദൃഷ്ട്വാർത്തിതസ്താപസൈഃ ധ്യാതേഷ്വാസദൃദാനലാസ്ത്രചകിതം സിന്ധും സ്രുവക്ഷേപണാദുൽസാര്യോദ്ധൃത കേരളോ ഭൃഗുപദേ വാദേശ സംരക്ഷമാം. ഭൃഗുപദേ വാദേശ സംരക്ഷമാം. ആ ഭൃഗുപതിയായ ഭൃഗുവംശത്തിൽ ജനിച്ച ഭാർഗവരാമൻ തന്നെയാണ് ഇപ്പൊ വാദേശനായി ഗുരുവായൂരപ്പനായിരിക്കുന്നത്. അങ്ങനെയുള്ള ഗുരുവായൂരപ്പ എന്നെ രക്ഷിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് സമർപ്പിക്കുകയാണ്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. അപ്പോൾ ശ്രീമദ് നാരായണീയത്തിൻ്റെ ഒരു 1/3 കഴിഞ്ഞു. 36 ദശകങ്ങൾ എന്ന് പറയുമ്പോൾ ശ്രീമദ് ഭാഗവതത്തിലെ നവമസ്കന്ധ പര്യന്തമുള്ള ഭാഗം. അങ്ങനെ നോക്കിയാൽ പകുതിയിലധികം തീർന്നു. പക്ഷേ മേൽപ്പത്തൂര് നവമസ്കന്ധം വരെയുള്ള കഥകളെ ചുരുക്കിയും ദശമസ്കന്ധത്തിലെ കഥയെ ഇത്തിരി വിസ്തരിച്ചുമാണ് വർണ്ണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് 37 മുതൽ 90 വരെയുള്ളതായിട്ടുള്ള ദശകങ്ങളിലൂടെ
ദശമസ്കന്ധം വർണ്ണിക്കുകയാണ്. 90 അധ്യായങ്ങളിലാണ് ദശമസ്കന്ധം ഭാഗവതം വർണ്ണിച്ചിട്ടുള്ളത്. ഇദ്ദേഹം 54ഓളം ദശകങ്ങളിലൂടെയാണ് ആ 90 അധ്യായങ്ങളിലുള്ള ദശമസ്കന്ധം ശ്രീകൃഷ്ണ ലീലകളെ വർണ്ണിക്കുന്നത്. ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ ശ്രീകൃഷ്ണ ലീലയെയാണ് അദ്ദേഹം കൂടുതൽ വിസ്തരിച്ച് വർണ്ണിക്കുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. തുടങ്ങാം. കൃഷ്ണാവതാരത്തിലേക്കുള്ള എൻട്രി ആവുകയാണ്. നാളെ ഒരു സമയം ഉണ്ടാവുള്ളൂ. ഒരു ഭാഗത്തേക്ക് പോകാനുണ്ട്. നാളെ രാവിലെ നോട്ടിഫിക്കേഷൻ ഇടാം. നാളെ പോയിട്ടില്ലെങ്കിൽ ക്ലാസ് ഉണ്ടാവും. പോയാൽ രാവിലത്തെ ക്ലാസ് ഉണ്ടാവും. രാവിലത്തെ കഴിഞ്ഞിട്ടേ പോവുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഭാഗവതം കൂടി വായിക്കാം. പോണ്ടെങ്കിൽ, പോണില്ലെങ്കിൽ യഥാസമയം ആസ് ഷെഡ്യൂൾഡ്. അപ്പോൾ അത് നാളെ തീരുമാനിക്കാം. ഒരു ഭാഗത്തേക്ക് പോകേണ്ടതുണ്ട്. നോക്കട്ടെ. ഓം ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഗുരുവായൂരപ്പാ ശരണം. എല്ലാവർക്കും ശുഭദിനാശംസകൾ. വൈകുന്നേരം ഭഗവത്ഗീത ക്ലാസ്സിൽ കാണാം 4:30 മണിക്ക്. എല്ലാവർക്കും ഞായറാഴ്ച ഒരു നല്ലൊരു ഞായറാഴ്ച ആശംസിക്കുന്നു. എല്ലാവരും വിശ്രമിക്കുക. ഹരി ഓം. നാളത്തെ നാരായണീയ ക്ലാസ് ഒന്ന് നേരത്തെ നോക്കിക്കോളൂ. ഹരി ഓം.